ഹലോ എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്നൊരു പിക്ക് ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറൻ്റ്ലി സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാത്ത ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്സ് മുന്നേ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങൾ ഈ റീഡിംഗ് കേൾക്കുന്ന നിമിഷം നിങ്ങൾ സിംഗിളാണ്. എങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, നിങ്ങളുടെ ജീവിത പങ്കാളി ആരാണ് എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പ് ആയിട്ടുള്ളവർ, വിവാഹം കഴിച്ചവർ, ഇവരൊന്നും അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചിട്ടുള്ളവർ, ഈ റീഡിങ് നിങ്ങൾക്കൊന്നും ബാധകമല്ല കേട്ടോ. അത് ഞാൻ എടുത്ത് പറയണം, വേറെ ഒന്നും അല്ലാതെ പറയണത്. ചിലർ ഓൾറെഡി പറയും ഞാൻ മാരീഡാണ്, അപ്പോൾ എനിക്ക് ഈ റീഡിങ് റെസിനേറ്റ് ചെയ്തില്ല എന്നൊക്കെ പറയും. നിങ്ങൾ ഓൾറെഡി മാരീഡാണ്, അപ്പോൾ നിങ്ങൾ ഇനി വരാൻ പോകുന്ന ജീവിത പങ്കാളിയെക്കുറിച്ച് കേൾക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അത് ഒരു കൺഫ്യൂഷൻ വരുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലിയർ ആയിട്ട് പറയുന്നത്. ആർക്കൊക്കെ ഇത് ബാധകമല്ല എന്നെടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 ഗ്രൂപ്പ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. 3 ഗ്രൂപ്പിനും 3 പൂക്കൾ ഞാനിവിടെ ചാമായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1-ൻ്റേത്, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. 3 ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പുകളിലെയും സന്ദേശങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങളുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക, അല്ലാതെ അതിനെ തള്ളിക്കളയുക. അതുപോലെ ആവർത്തിച്ചു വരുന്ന മെസ്സേജസ് അതിനെയും പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഒന്നുകിൽ മെസ്സേജ് അയക്കാം വാട്സപ്പിൽ, അല്ലെങ്കിൽ ഇമെയിൽ അയക്കാം. കോൺടാക്ട് ഡീറ്റെയിൽസ് വീണ്ടും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1-ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആരാണ്. ഈ റീഡിങ്ങിൻ്റെ ലാസ്റ്റ് ഒരു സർപ്രൈസും കൂടി ഉണ്ട്. അപ്പോൾ റീഡിംഗ് മുഴുവനായിട്ട് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ സിംഗിൾസ്, ഗ്രൂപ്പ് 1-ൽ ഉള്ളവർ സിംഗിൾസാണ്, കറൻ്റ്ലി സിംഗിളാണ്. അവരുടെ ഫ്യൂച്ചർ സ്പൗസ് ആരാണ്, അവരാരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, അവരുടെ വരും കാല ജീവിത പങ്കാളിയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. ഒന്നല്ലെങ്കിൽ അവർ ഫിസിക്കലി ഡിസ്റ്റൻസിലുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് കാണുന്നു. വളരെ ഒരു പിന്നെ മാത്രമല്ല യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടെ കാണുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർ കരിയർ വൈസ് വളരെ സക്സസ്ഫുൾ ആണ്. നല്ലൊരു കരിയർ ഉണ്ട്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പെർമനൻറ്റ് ജോബൊക്കെ ഉണ്ട്. അതിലൊരു ചിലപ്പോൾ ഒരു ലീഡർഷിപ്പ് പൊസിഷനൊക്കെ ആയിരിക്കാം. കോർപ്പറേറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സർവീസ് കമ്പനിയിലോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ, ബാങ്ക് പോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിയോ ആവാം. പിന്നെ ഇവർ ലൈഫ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട്, അവർക്കൊരു ഡിസിപ്ലിൻ ഒക്കെ ഉണ്ട് ലൈഫിൽ. പിന്നെ മാത്രമല്ല വളരെ മെച്യൂർ ആണെന്ന് കാണുന്നു. വയസ്സ് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരേ പ്രായമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെയാണെങ്കിൽ പോലും ആ വയസ്സിൽ കവിഞ്ഞ ഒരു പക്വത അവർക്കുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. പിന്നെ അവർ വളരെയധികം അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ കൃത്യമായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ യോഗ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ല ആഹാരങ്ങൾ കഴിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നത്. അപ്പോൾ അങ്ങനെ ജങ്ക് ഫുഡ്സ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് എനിക്ക് കാണുന്നില്ല. പൊതുവേ വളരെ ഒരു ശാന്തമായിട്ടുള്ള ഒരു ബിഹേവിയർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവരങ്ങനെ ഒരുപാട് ലൗഡാണ് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഹൈലി സ്പിരിച്വൽ ആണെന്ന് കാണുന്നു. അവർക്ക് ഇൻഡ്യൂട്ടീവ് എബിലിറ്റീസ് നല്ലോണം ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അവരിൽ നിന്ന് മറക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അവർക്ക് ചിലപ്പോൾ ഉള്ളിൽ ദേഷ്യം വെച്ച് പുറമെ അവരോട് വളരെ സ്നേഹത്തിൽ സംസാരിച്ചാലും ആളുടെ ശരിയായ വികാരം എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് ഈ വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവർ വളരെയധികം യൂണിവേഴ്സിനോട് കണക്റ്റഡ് ആണ് എന്ന് ഞാൻ കാണുന്നു. ഒരു സെക്യൂർ ഈ ഒരു വ്യക്തി വളരെ പ്രൊട്ടക്റ്റീവ് ആണെന്ന് കാണുന്നുണ്ട്. അവർക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് പ്രിയപ്പെട്ട വ്യക്തികൾ, അവരുടെ ജീവിതത്തിൽ ഉള്ള റിലേഷൻഷിപ്സ്, അതെല്ലാം അവർ വളരെ സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്.
പിന്നെ നിങ്ങൾക്കും ഈ ഇവരുടെ ഒരു പ്രസൻസിൽ നിങ്ങൾ വളരെ നിങ്ങൾ വളരെ സുരക്ഷിതരാണ് എന്നൊരു ഫീൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അവരങ്ങനെ അത്രയും നിങ്ങളെ കെയർ ചെയ്യും എന്നാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ പാസ്റ്റ് അത് കുറച്ച് കാര്യമായിട്ട് അവരെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അവരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അവരുടെ ചിന്താഗതിയിലുള്ള മാറ്റങ്ങൾ, അവരുടെ കാഴ്ചപ്പാടിലുള്ള മാറ്റങ്ങൾ ഒക്കെ അവർക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഈ ഒരു കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഈ ഒരു കാര്യമാണ്. അപ്പോൾ അത് പക്ഷേ ഇമോഷണലി, അതായത് അവരുടെ വികാരങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അവരൊരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് കാണുന്നു. അവരതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തു എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അവർ അതിലേക്ക് ഒരു കാരണവശാലും തിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കാണുന്നു. അപ്പം ഞാൻ പ്രത്യേകിച്ച് കേൾക്കുന്ന ഒരു മെസ്സേജാണ്, നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെന്നതിന് ശേഷം അവരെന്തായാലും ഈ ഒരു പാസ്റ്റിനെ കുറിച്ച് എന്താണെന്നുള്ളത് അവർ കൃത്യമായി പറയും. ഓക്കെ, യാതൊരു കാരണവശാലും കഴിഞ്ഞു പോയതല്ലേ, അത് മറന്നു കളഞ്ഞൂടെ, അവരൊക്കെ ഈ പാസ്റ്റിലുള്ള ആളുകൾ ചിലപ്പോൾ ഇവരെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കാം നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെന്നതിന് ശേഷം. അപ്പോൾ നിങ്ങൾ അവിടെ ഒരുപാട് ജനറസ് ആവാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അവസരം കൊടുത്തൂടെ, ഇപ്പം അതൊക്കെ കഴിഞ്ഞു പോയില്ലേ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ഈ നിങ്ങളെ മുൻപ് വേദനിപ്പിച്ചവരാണെങ്കിലും അവർക്ക് അതിലിപ്പോൾ ഒരു കുറ്റബോധമൊക്കെ ഇല്ലേ, അപ്പം നമുക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുത്തൂടെ, ഇങ്ങനത്തെ കാര്യങ്ങൾ അവരോട് പറയാതിരിക്കുക. അവർക്കത് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഓക്കെ, കാരണം അവരെ അനുഭവിച്ചിട്ടുള്ള ആ ഒരു വേദന, ആ ഒരു സമയത്ത് അവർ കടന്നു പോയിട്ടുള്ള ഒരു ഇമോഷണൽ ട്രോമ എന്നാണ് ഞാൻ കേൾക്കുന്നത്, അത് വളരെ വലുതാണ്. ഓക്കെ, അപ്പോൾ ഈ ആളുകളിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്യാനൊരു കാരണം ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഇനി ഒരു എന്താ പറയണ്ടേ, മീഡിയേറ്ററായി നിന്ന് ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും അത് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. അത് അവർ വിട്ടുപോരേണ്ട സ്ഥലമാണ്, വിട്ടുപോരേണ്ട സിറ്റുവേഷനാണ്, വിട്ടുപോരേണ്ട ആൾക്കാരാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഓക്കെ, അത് നിങ്ങൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ കേൾക്കുന്നത്. അവർ ഹൈലി അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് കാണുന്നു. പിന്നെ മാത്രമല്ല അവർ നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആയിരിക്കും. ഒരു ഒബ്സഷൻ എനർജിയാണ് കിട്ടുന്നത്. അതായത് അവർക്ക് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം, നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്തതിന് ശേഷം എപ്പോഴും എന്താ പറയണ്ടേ, നമ്മൾ പറയില്ലേ, യു ലീവ് ഇൻ മൈ ഹെഡ് 24/7. അതായത് എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക 24/7. ഓക്കെ, 24 മണിക്കൂറും എപ്പോഴും നിങ്ങൾ അവരുടെ ചിന്തകളിൽ എപ്പോഴും നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ലെവലിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് അത്രയും അത് അവർ കരുതി കൂട്ടി വരുന്നതല്ല, അത് നിങ്ങളുടെ കണക്ഷൻ്റെ ഭാഗമാണ്. ഓക്കെ, ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ്റെ ഭാഗമായതുകൊണ്ട് ആ ഒരു എന്താ പറയുക, അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു പൊസഷൻ, അവർക്ക് അത്രയും നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കും എന്ന് കാണുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റീസ് മാറുന്നുണ്ട് നിങ്ങൾ ചെല്ലുന്നതിന് ശേഷം. നിങ്ങളായിരിക്കും അവർക്ക് ടോപ്പ് പ്രയോറിറ്റി എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ അവർ ഹൈലി ഒരു പ്രൊട്ടക്റ്റീവ് എനർജി, ഒരു ഒബ്സെഷൻ, പക്ഷേ അതൊരു ടോക്സിക് എനർജി ആയിട്ടല്ല എനിക്ക് കിട്ടുന്നത്, ഒരു പൊസസീവ്നെസ്. ഓക്കെ, അങ്ങനെ കണ്ടാൽ മതി. ഒരു പൊസസീവ്നെസ് ആണ്. കാരണം അവരാഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് പാർട്ട്ണറാണ് നിങ്ങൾ. അപ്പോൾ അവർക്ക് നിങ്ങൾ ഒരു കാരണവശാലും അവർക്ക് നിങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ആരും നിങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല, നിങ്ങളെ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒക്കെ അങ്ങനത്തെ കുറേ ചിന്തകളൊക്കെ അവർക്കുള്ളതാണ്. അപ്പോൾ അവർ വളരെ നാച്ചുറലി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി മാറുന്നതോടുകൂടെ ആ ഒരു പ്രൊട്ടക്റ്റീവ്നെസ് ഒരു പൊസസീവ്നെസ്സിലേക്ക് കടക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, പക്ഷെ അത് നിങ്ങളങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല കേട്ടോ. പിന്നെ അവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് കുറച്ചൊരു അൺഹെൽത്തി ലൈഫ് പാറ്റേൺ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഈ കഴിഞ്ഞു പോയി, അതായത് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ ചില ശീലങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കുറച്ച് ലോ വൈബ്രേഷണലായിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അവർ ചെയ്തിരുന്നു എന്നാണ് ഞാൻ കാണുന്നത്. പക്ഷെ അവരതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത ഒരു എനർജിയാണ് റൈറ്റ് നൗ. ഇപ്പം അതിൽ നിന്ന് ആ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള, ചിലപ്പോൾ അത് ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കാം അൺഹെൽത്തി ആയിരുന്നത്. ഓക്കെ, അവരുടെ ചിന്താഗതികളായിരിക്കാം അൺഹെൽത്തി ആയിരുന്നത്. ആ ഒരു ലോ വൈബ്രേഷൻ എനർജിയിൽ നിന്ന് അവർ കംപ്ലീറ്റ്ലി മാറി ഇപ്പോൾ അവരൊരു ഹൈ വൈബ്രേഷൻ എനർജിയിലാണ്. ഓക്കെ, ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലാണ്. അവർ ഹൈലി കോൺഫിഡൻ്റ് ആണ്. അവർക്ക് അവരിലുള്ള ആ ഒരു വിശ്വാസം, അവരുടെ കഴിവുകളിലുള്ള വിശ്വാസം വളരെ വളരെ വലുതാണ്. പിന്നെ അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഓക്കെ, അത് ഫിസിക്കലി വളരെ സ്ട്രോങ് ആണെന്ന് കാണുന്നു.
മാത്രമല്ല മെയിനായിട്ട് മെൻ്റലി ആ മനോധൈര്യം എന്ന് പറയുന്നത് അവരുടെ വളരെ വളരെ സ്ട്രോങ് ആണ്, വളരെ വലുതാണ്. ഓക്കെ, ഞാൻ കേൾക്കുന്നത് നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മനസ്സിന് ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. ഓക്കെ, വരുംകാല ജീവിത പങ്കാളി എന്ന് പറയുന്നത്. പിന്നെ അവർ വളരെ സക്സസ്ഫുൾ ആണ്. അവർ ഏതൊരു കാര്യം അവരുടെ ലൈഫിൽ എന്തൊരു കാര്യം അവർ നേടിയെടുക്കാനായിട്ട് പുറപ്പെട്ടാൽ അവരത് നേടിയെടുത്തിരിക്കും. അത് എത്ര ചാലഞ്ചസ് ഉണ്ടെങ്കിലും അവരത് വിട്ടുകളയില്ല എന്നാണ് കാണുന്നത്. മാത്രമല്ല അവർക്ക് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡേ അങ്ങനെയാണ്. ലൈഫിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ എന്തായാലും തരണം ചെയ്ത് ഞാൻ അതിൽ വിജയിച്ചിരിക്കും, അങ്ങനെ ഒരു ഉറച്ച വിശ്വാസമുള്ളൊരു വ്യക്തിയാണ് എന്ന് കാണുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന വേറൊരു മെസ്സേജാണ്, അതായത് ഹൈലി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഒരു ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലാണ് അവർ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 9 to 5 ജോബ് ആണെങ്കിലും അതിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനമുണ്ട്. ആ വരുമാനത്തിൽ നിന്ന് അവർ നല്ലോണം സമ്പത്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈഫ് നന്നായി എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കറണ്ട്ലി സിംഗിളാണ് അവരും. ഓക്കെ, അവർക്ക് ചിലപ്പോൾ ഒരു പെറ്റ് ഉണ്ടായിരിക്കാം, ഒരു ക്യാറ്റ് ഫാമിലിയിൽ പെട്ടതാണ്. ഓക്കെ, ക്യാറ്റ് ആണ് ഞാൻ കാണുന്നത്, ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ആ ഒരു ബംഗാൾ ക്യാറ്റ് എന്ന് പറയില്ലേ, ആ കാറ്റഗറിയിൽ പെട്ടതായിരിക്കാം കേട്ടോ. വളരെ സ്പെസിഫിക് ആയിട്ട് കിട്ടിയൊരു മെസ്സേജാണ്. അപ്പം അത് എല്ലാവർക്കും എന്താ പറയണ്ടേ അപ്ലിക്കബിൾ ആകണമെന്നില്ല. പക്ഷെ അവർക്ക് അല്ലെങ്കിൽ പൊതുവെ അവർക്ക് പൂച്ചകളോട് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവും. ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഒരു ഓമന മൃഗം ഇല്ലെങ്കിൽ പോലും ഓക്കെ അവർക്ക് പൂച്ചകളെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ ഒരു ഇത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പൂച്ചകൾ ഇവരോട് പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ അവരെ എപ്പോഴും ഒരു പീസ്ഫുൾ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, സ്വസ്ഥമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിന് ടെൻഷൻസ് വരുമ്പോൾ, സ്ട്രെസ്സ് വരുമ്പോൾ അവർ ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്കിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ്സ് വരുന്ന കാര്യത്തിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള സൊല്യൂഷൻസ് അതാണ് അവരെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സമയം അവരിപ്പോൾ പറയുകയാണ് ഞാൻ കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്നാൽ അതിന് സമ്മതിക്കുക നിങ്ങൾ. ഓക്കെ, കാരണം അവർക്ക് ആ ഒറ്റയ്ക്ക് ഇരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സോളിറ്റ്യൂഡ് അവർക്ക് അത്ര അത്യാവശ്യമാണ്. കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന, സ്ട്രെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ എന്താണോ അതിൽ നിന്ന് അവർക്ക് പൂർണ്ണമായിട്ട് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ട് അവർക്ക് അതിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് ആ ടെൻഷനൊക്കെ പെട്ടെന്ന് പോകും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സമയം കൊടുക്കുക. നിങ്ങൾക്ക് സ്നേഹം കൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ എന്താണെന്നാലും പറ്റുന്ന എന്നോട് പറയാം അങ്ങനെ അവരോട് ഫോഴ്സ് ചെയ്യാതിരിക്കുക. അതവർക്ക് ദേഷ്യമാണ് വരുന്നത്. അത് നിങ്ങളോടുള്ള ദേഷ്യമല്ല, അവർക്ക് കൂടുതൽ സ്ട്രെസ്സാണ് ഉണ്ടാവുക. അപ്പം അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ മാത്രമല്ല അവർക്ക് ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. അവരെന്തൊരു ഇഷ്യൂസിലാണോ അവർക്ക് അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങളതിന് അവർക്ക് സമയം കൊടുക്കണം. ഒരുപാട് നേരം അവർ സോളിറ്റ്യൂഡിനെസ് ആഗ്രഹിക്കില്ല. പക്ഷെ അവർക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് അവർ പറയുമ്പോൾ അതിന് സമ്മതിക്കുക. അത് ആ ഒരു സ്പേസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അവരെങ്ങനെ കഴിഞ്ഞു പോയ കാര്യത്തിൽ ഇങ്ങനെ എന്താ പറയുക അതിൽ തന്നെ ഉറച്ചിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിൽ തന്നെ അതിൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ അവസാനിച്ച അടഞ്ഞ അധ്യായങ്ങളുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ അല്ല നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞത് കഴിഞ്ഞു, ആ ഒരു കാറ്റഗറിയാണ്. ഓക്കെ, അതായത് അതിലിനി നിങ്ങൾ കഴിഞ്ഞു പോയൊരു കാര്യം അതിനെ നമ്മൾ എത്ര ചിന്തിച്ചാലും നമുക്ക് അതിലൊരു മാറ്റം വരുത്താൻ പറ്റില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് മാത്രം അല്ലേ, പല സിനാരിയോസ് ചിന്തിക്കാം. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടായേനെ, അല്ലെങ്കിൽ ഇങ്ങനെ പോയിരുന്നെങ്കിൽ, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, ഇങ്ങനെ കുറേ എന്താ പറയുക ഒരു സിനാരിയോസ് നമുക്കിങ്ങനെ ചിന്തിക്കാം എന്ന് മാത്രം. അങ്ങനെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല, അത് കഴിഞ്ഞു പോയതാണ്. അപ്പോൾ അങ്ങനെ അടഞ്ഞ അധ്യായങ്ങൾ അത് ചിലപ്പോൾ ഇവരായിട്ട് അടച്ച അധ്യായങ്ങളായിരിക്കാം, അവസാനിപ്പിച്ച അധ്യായങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചിലരെ ഇവരെ എന്താ പറയുക അവരുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയതായിരിക്കാം, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിയതായിരിക്കാം. അതിലേക്ക് അവർ പിന്നെ തിരിച്ചു പോവില്ല. ഓക്കെ, അതിൻ്റെ ഓർമ്മകളിലും അവർ ജീവിക്കില്ല. അവർ പിന്നെ പ്രസന്റ് മൊമെന്റിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പോൾ അവരൊരു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികൾ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അവർ വേദനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഓക്കെ, പ്രത്യേകിച്ച് അവർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ വേദനിപ്പിച്ചവർ അല്ലെങ്കിൽ ആ ഒരു വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ കാരണമായിട്ടുള്ളവർ അവർക്കറിയാം ഇത് ഓൾറെഡി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേദന ഉണ്ടാവും, അത് അവർ അർഹിക്കുന്നില്ല എന്നൊക്കെ അറിയാം. എന്നിട്ടും അവരെ കോൺഷ്യസ്ലി ചെയ്യുന്നതാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവർ പിന്നെ അവിടെ തന്നെ നിലനിൽക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പോകാൻ ശ്രമിക്കുന്നത്, ആ ഒരു വ്യക്തികളെ കൂടെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത് വിഡിതാണ് അല്ലേ. കാരണം അവർ ഈ നിങ്ങളുടെ ജീവിത പങ്കാളിയെ വേദനിപ്പിക്കുന്നതിന് മുൻപ്, അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ്
അവരുടെ ഒരു നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അത് എത്രത്തോളം വിഷമം ഉണ്ടാക്കും, അത് അത് ചെയ്യുന്നത് ന്യായമാണോ അല്ലയോ, ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങളുടെ ജീവിത പങ്കാളി അത് ചിന്തിക്കുന്നത്? നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലേ? നല്ല എന്താ പറയുക, എനിക്ക് അത്രയും നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നു, നല്ലൊരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് വിചാരിച്ചിട്ട് അവരിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ഫീലിങ്സിനെ, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഫീലിങ്സിനെ മാനിച്ചിട്ടില്ല. അപ്പോൾ അവർ തിരിച്ചും മാനിക്കില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അവർക്ക് മനസ്സിലാക്കുന്നത് അവിടെ ഞാൻ വെൽക്കം, എന്നെ അവിടെ അവർ സ്വീകരിക്കാൻ തയ്യാറല്ല, അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിൽക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അങ്ങനത്തെ. അപ്പോൾ വളരെ പ്രാക്ടിക്കലാണ് അവരെ കുറേ ചിന്തകളൊക്കെ. ഇമോഷൻസ് ഇല്ല എന്നല്ല, പക്ഷേ ഇങ്ങനെ അവർക്ക് സെൽഫ് റെസ്പെക്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ എവിടെ അവരെ ഒഴിവാക്കപ്പെടുന്നു, അവരെ എന്താ പറയുക, അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല ഇൻ ദ സെൻസ്, ഈ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വേദനിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടും കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അവരെ ഇൻസൾട്ട് ചെയ്യുന്ന, അവഹേളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക, കാര്യങ്ങൾ പറയുക, പിന്നെ അവരെടുക്കുന്ന എഫേർട്ടിന് ഒരു വില കൊടുക്കാതിരിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സാഹചര്യം, അങ്ങനത്തെ ബന്ധങ്ങൾ, വ്യക്തികൾ, ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും അവിടെ നിൽക്കുന്നത് അവർക്ക് അവരെ തന്നെ റെസ്പെക്ട് ചെയ്യാത്തതിന് തുല്യമാണ് എന്നാണ് നിങ്ങളുടെ ഒരു ജീവിത പങ്കാളിയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അവരങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിന്ന് അടഞ്ഞുപോയ അധ്യായങ്ങളിലേക്ക് പിന്നെ അവർ തിരിച്ചു പോകുകയില്ല. തിരിച്ച് വീണ്ടും തുറക്കാനും അവർ താല്പര്യപ്പെടില്ല. അവർ പിന്നെ മുന്നോട്ട് തന്നെയാണ് പോവുക. അവരൊരിക്കലും പാസ്റ്റിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല. അവർക്ക് ഫ്രണ്ട് സർക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അവർ ക്ലോസ് ഫ്രണ്ട് സർക്കിളാണ്. അതായത് ഒരുപാട് ആളുകളൊന്നുമില്ല അവർക്ക് ഫ്രണ്ട്സായിട്ട്, വളരെ കുറച്ച് പേര്, പക്ഷെ അത് വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണെന്ന് കാണുന്നു. ഓക്കെ, അവർക്കൊരു നല്ലൊരു ഫ്രണ്ട്ലി എനർജിയാണുള്ളത്, കൂട്ടുകൂടാൻ പറ്റുന്ന ഒരു എനർജിയാണ് അവരുടേത്. പിന്നെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ ഒരു തന്നെയാണ്. റിലേഷൻഷിപ്പിലൊക്കെ പ്രത്യേകിച്ച് അവർക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അത്രയും ഇഷ്ടപ്പെട്ടു, അവർ അതിനായിട്ട് എഫേർട്ട് എടുത്തു, പക്ഷെ ആ വ്യക്തി ഇവരെ സ്വീകരിക്കാൻ തയ്യാറല്ല, ആ വ്യക്തിക്ക് ഇതുപോലെ ഒരു റിലേഷൻഷിപ്പ് ഇവരുമായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരതിൽ തന്നെ ആ വ്യക്തിനെ പിന്നെയും പിന്നാലെ ശല്യപ്പെടുത്തുക, ആ ഒരു പരിപാടി അവർക്കില്ല. ഓക്കെ, അവരുടെ ആ വ്യക്തിയുടെ, ഇവരോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ തീരുമാനത്തെ അവർ മാനിക്കും, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് മാനിക്കും, അവർ മുന്നോട്ട് പോകും. ഓക്കെ, അവർക്ക് എപ്പോഴും ഒരു ചിന്തയുള്ളത്, എവിടെയൊക്കെ അവർ പരിശ്രമിച്ചു, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എവിടെയൊക്കെ പരിശ്രമിച്ചു, എന്തിലൊക്കെ പരിശ്രമിച്ചു, എന്നിട്ട് അതിന് ഫലം കിട്ടിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം അവർക്ക് ഈശ്വരൻ വിധിച്ചിട്ടുള്ളത്, അവരിപ്പോൾ എന്തിനു വേണ്ടിയാണോ പരിശ്രമിച്ചത് അതിനേക്കാൾ വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, അതിപ്പോൾ ഒരു ബന്ധമാണെങ്കിലും, അതിപ്പോൾ ഒരു ജോലിയാണെങ്കിലും, ഒരു ഫൈനാൻഷ്യൽ ഗോൾ ആയിരുന്നെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും അവർ ഹാർഡ് വർക്ക് ചെയ്തു, അവരവരുടെ ഭാഗത്ത് 100% എഫേർട്ട് ഇട്ടു, എന്നിട്ടും അവർക്കത് കിട്ടിയില്ല എന്നാണെങ്കിൽ അതിനർത്ഥം ഈശ്വരൻ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ഇതിനേക്കാൾ നല്ലതെന്തോ ആണ്. ആ ഒരു ചിന്താഗതിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് കാണാനായിട്ട് സാധിക്കുന്നത്. ഫാമിലി ഓറിയൻറ്റഡ് ആണെന്ന് കാണുന്നു. ഓക്കെ, കുടുംബത്തിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഫാമിലിയുടെ ആ ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അതൊക്കെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. കുറച്ച് ട്രഡീഷണൽ ആണ് കേട്ടോ. അവരുടെ കൺസെപ്റ്റ്സ് ഒന്നും ഈ ഒരു എന്താ പറയുക, ലേറ്റസ്റ്റ് ജനറേഷൻ, ലേറ്റസ്റ്റ് ട്രെൻഡ്സ് മാറുന്നതനുസരിച്ച്, കാലം മാറുന്നതനുസരിച്ച് എന്താ പറയുക, അനിവാര്യമായ മാറ്റങ്ങൾ അവർ വരുത്തുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ചില കാര്യങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ അവർക്കൊരു കുറച്ച് ട്രഡീഷണൽ വ്യൂ ആണുള്ളത്. അതായത് അവരിങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിവിങ് റിലേഷൻഷിപ്പിനൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, അതിൽ താല്പര്യപ്പെടുന്നില്ല ഇൻ ദ സെൻസ് അവരത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരാളെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് റെസ്പെക്ട് ചെയ്യും ഡെഫിനറ്റ്ലി, പക്ഷെ അത് തെറ്റാണ് എന്ന് പറഞ്ഞൊന്നും വാദിക്കാനൊന്നും പോവില്ല, പക്ഷെ അവരത് ചെയ്യില്ല. അങ്ങനെ അവർക്ക് സീരിയസ് ആയിട്ട് ആ ഒരു മാരേജ് കല്യാണത്തിൽ നിന്നൊരു കുടുംബം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. ഹൈലി റൊമാൻറ്റിക് ആണ്, വളരെ സ്വീറ്റ് ആണ്, ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ അതിനൊക്കെ മാനിക്കുന്ന, അതിനൊക്കെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഈശ്വരനായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. അവർക്കൊരു ഫെമിനിൻ എനർജിയാണ് കേട്ടോ. എംപ്രസ് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ സ്നേഹവും കരുതലും ഒക്കെയുള്ള, ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെന്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിലേക്ക് അത് വളരെ എളുപ്പത്തിൽ വന്നു ചേരും. അങ്ങനത്തെ ഒരു എനർജി ഉള്ള ആളാണ് നിങ്ങളുടെ എന്താ പറയണ്ടേ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞാൽ. അവരെ എന്ത് ആഗ്രഹിച്ചാലും അവരുടെ അത്രയും ഒരു സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ പവറുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്ത് ആഗ്രഹിക്കുമ്പോഴും അത് പെട്ടെന്ന് നടക്കും. അങ്ങനെ ഓക്കെ.
അവരായിട്ട് അതിനു വേണ്ടി അതിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു സ്വഭാവമൊന്നും അവർക്കില്ല എന്ന് കാണുന്നു. ആളുകളായിട്ട് ഹെൽത്തി ബൗണ്ടറി ഉണ്ട്. ഓക്കെ, നോ പറയേണ്ടടുത്ത് നോ പറയാൻ യാതൊരു മടിയില്ലാത്ത വ്യക്തിയാണ്. കൃത്യമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഓക്കെ, റെസ്പെക്ട്ഫുള്ളി ആണ് പറയുക, പക്ഷെ അത് തുറന്ന് പറയും. ഓക്കെ, ആ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുക, അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള സാക്രിഫൈസസ് അതൊന്നും ചെയ്യുന്ന ഒരാളല്ല. സെൽഫ് പ്രയോറിറ്റി വളരെയധികം ഉള്ള ഒരു വ്യക്തിയാണ്. ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. ഒരാളും പെട്ടെന്ന് വിശ്വസിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുന്ന അങ്ങനത്തെ ഒരു പ്രകൃതം ഇല്ല. ഓക്കെ, അത് കാണുന്നു. അവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. അവർ കുറച്ച് പോപ്പുലറാണ്. അവരുടെ ഒരു എനർജി അങ്ങനെയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കരിയറിൽ അവരുടെ പ്രൊഫഷൻ എന്താണോ അതിൽ അവർ വളരെ പോപ്പുലറാണ്. അല്ലെങ്കിൽ അവരുടെ എനർജി ഹൈലി മാഗ്നറ്റിക് ആണ്. അപ്പോൾ അവർ എവിടെ പോയാലും അവരൊരു സെൻറ്റർ ഓഫ് അറ്റൻഷൻ ആവുക ചെയ്യുക നാച്ചുറലി. ഈ പറഞ്ഞ പോലെ ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ അവരുടെ ആ ഒരു വേ ഓഫ് ഇൻട്രാക്ഷൻ, അവരെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, മൊത്തത്തിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി, അവരുടെ ഒരു ഓറ ഉണ്ട്. ഓക്കെ, അത് ഒരുപാട് ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. അങ്ങനെ ഒരു പോപ്പുലാരിറ്റി അവർക്കുണ്ട്. അവരുടെ ഒരു ജീവിത രീതി കൊണ്ട് അവർക്കൊരു പോപ്പുലാരിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേജ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അവരുടെ ഉള്ളിൽ അവർക്കൊരു കുട്ടിത്തൊക്കെ ഉണ്ട്. പക്ഷെ അത് അവർ എപ്പോഴും പുറത്ത് കാണിക്കില്ല. അത് അവർ കാണിക്കുന്നത് അവർക്ക് അത്രയും അടുപ്പമുള്ളവരുടെ അടുത്ത് മാത്രമാണ് അവരുടെ ആ ഒരു കുട്ടിത്വവും കളിതമാശകളും ഒക്കെ അവർ കാണിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സൈഡ് വളരെ ആക്റ്റീവാണെന്നാണ് കാണുന്നത്. അത് പക്ഷേ അവർക്ക് അത്രയും പ്രിയപ്പെട്ട, അത്രയും അടുപ്പമുള്ളവരുടെ അടുത്ത് മാത്രമാണ് അവർ ആ ഒരു സൈഡ് കാണുള്ളൂ. പൊതുവെ ബാക്കിയെല്ലാവരും അവരെ വളരെ പക്വത നിറഞ്ഞ, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറാണ് സാധാരണ ബാക്കി എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുക എന്നാണ് കാണുന്നത്. പിന്നെ ആ ഒരു സെൽഫ് ലവ് അതൊരു ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ചില സമയങ്ങളിൽ എന്താ പറയുക, ഓവർ തിങ്ക് ചെയ്യാനൊരു ടെൻഡൻസി അവർക്കുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഞാൻ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട വ്യക്തികൾ, അവർക്ക് അത്രയും പ്രിയപ്പെട്ട ആളുകളുണ്ടല്ലോ അവരുടെ ലൈഫിൽ, അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള, അത്രയും പ്രധാനപ്പെട്ട ആ ആളുകളെ കുറിച്ചിട്ടാണ് ഇവർക്ക് ടെൻഷൻ. അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ, അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം ഇവർക്ക് ടെൻഷനാണ്. ഓക്കെ, ഇവരുടെ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സഫർ ചെയ്യാണല്ലോ. അതായത് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അത്രയും പ്രിയപ്പെട്ട വ്യക്തി, അവരുടെ കുടുംബത്തിലുള്ളവരായിരിക്കും, അവരുടെ സഹോദരന്മാരോ സഹോദരികളോ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിത പങ്കാളിയാണ് നിങ്ങൾ, അല്ലേ? ഇപ്പോൾ ഗ്രൂപ്പ് 1 എന്തെങ്കിലും വിഷമം ഉണ്ടാവുമ്പോൾ ഡെഫിനറ്റ്ലി അവർ സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വളരെ ടെൻസ്ഡ് ആയിരിക്കും. കാരണം നിങ്ങൾ സഫർ ചെയ്യുന്നത് അവർക്ക് കാണാനായിട്ട് സാധിക്കില്ല. അവർക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവരത്രയും സ്നേഹിക്കുന്ന ആളുകൾ സഫർ ചെയ്യുന്നത്, ഒരു തരത്തിലും വിഷമിക്കുന്നത് അവർക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത് അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അവർക്ക് അത് സഹിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയെങ്കിലും ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു റോയും കൂടെ എടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം കേട്ടോ. വാ, നേരത്തെ നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ്, വളരെ അട്രാക്റ്റീവാണ് അവർക്കൊരു സ്ട്രോങ് ഫയർ സൈൻ അവർക്കുണ്ടായിരിക്കും. അവരുടെ ബർത്ത് ചാർട്ടിൽ, അവരുടെ സോഡിയാക് പ്ലേസ്മെൻറ്റ്സിൽ, സൺ മൂൺ റൈസിങ്ങിൽ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഏതെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ, അവർ ഹൈലി സക്സസ്ഫുൾ ആണ്. അവർക്ക് പ്രത്യേകിച്ച് അവരുടെ പ്രൊഫഷനിൽ നല്ലൊരു നെറ്റ്വർക്ക് ഉള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, വളരെ അട്രാക്റ്റീവാണ്. അവരുടെ ഒരു ഫീച്ചേഴ്സ്, അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ അട്രാക്റ്റീവാണ്. പിന്നെ പറഞ്ഞ പോലെ അവരൊരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അതും അഡ്മയറബിൾ ആണ്. ബാക്കിയുള്ളവർ ഒരുപാട് പ്രശംസിക്കുന്നതാണ് അവരുടെ ആ ഒരു ആത്മവിശ്വാസം. പിന്നെ അവരെ തന്നെ ഒരു കൊണ്ട് നടക്കുന്ന ഒരു രീതി, പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ഒക്കെ അവരുടെ സംസാര രീതി, പ്രത്യേകിച്ച് അവരുടെ ഒരു കരിയർ ആസ്പെക്റ്റിലാണ് എടുത്തു കാണുന്നത്. പിന്നെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ അത് ഇവരെ ഇങ്ങനെ അഡ്മയർ ചെയ്യുന്ന ഒരുപാട് പേര് ഇവർക്ക് ചുറ്റുണ്ടാവും. ഓക്കെ, അതിപ്പോൾ ഒരു ഫാമിലിയുള്ളവരായിരിക്കാം, അവരുടെ ജോലി സ്ഥലത്തുള്ളവരായിരിക്കാം, ഇവരുടെ സുഹൃത്തുക്കളിൽ തന്നെയായിരിക്കും. ഇവരെ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന, ഇവരെ പോലെയാണ്, ഇവരൊരു റോൾ മോഡലായിട്ട് കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെന്നതിന് ശേഷമാണ് നിങ്ങൾ ഇതിങ്ങനെ കാണാൻ ശ്രദ്ധിക്കുക. ഒരുപാട് പേര് എന്താ പറയുക, ഇവരുടെ ആരാധകരായിട്ട് ഉണ്ടാവും. എന്നാൽ ഇവരെ അതൊന്നും അങ്ങനെ ആരാധിക്കുന്നതൊന്നും അങ്ങനെ ശ്രദ്ധിക്കുകയോ അതിലങ്ങനെ എൻജോയ് അങ്ങനത്തെ ഒരു വ്യക്തിയൊന്നുമല്ല. ഓക്കെ, അവരായി തന്നെ ജീവിക്കുകയാണ്. പക്ഷെ അതൊരുപാട് അവർക്ക് ഒരുപാട് പ്രശംസ നേടിക്കൊടുക്കുന്നു, അവർക്ക് ഒരുപാട് അറ്റൻഷൻ നേടിക്കൊടുക്കുന്നുണ്ട്.
അവരുടെ കമ്മ്യൂണിക്കേഷൻ എഗെയിൻ അത് പറയുന്നത് സ്ട്രോങ് ട്രാൻസ്പാരൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് അവരുടേത്. അവർ വളരെ പറയേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. എന്നാൽ അതേസമയം വളരെ ക്ഷമയുള്ളൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് അവർക്ക് പ്രിയപ്പെട്ടവർക്കും അവർക്ക് അത്രയും വേണ്ടപ്പെട്ട സാഹചര്യങ്ങൾ വേണ്ടപ്പെട്ട വ്യക്തികളൊക്കെ ആകുമ്പോൾ അവർ ആ ഒരു ക്ഷമ നന്നായി കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ഓക്കെ, വെറുതെ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുക അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അവർ കുറച്ചൊരു വളരെ ഒരു സൈലൻറ്റ് ഒരു എനർജിയാണ് കിട്ടുന്നത്. അധികം സംസാരിക്കാത്ത, അധികം ഒച്ചപ്പാടുണ്ടാക്കാത്ത ഒരു വ്യക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ ഒരു പേഷ്യൻസ് അവർക്ക് നല്ലോണം ഉണ്ട്. അവർ വെറുതെ ഇങ്ങനെ എന്താ പറയുക, മറ്റുള്ളവർക്ക് ഇങ്ങനെ സ്ട്രെസ് ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ റഷ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് സിറ്റുവേഷൻ ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ സോൾമേറ്റ്സ് ആണ് എന്ന് കാണുന്നു. നിങ്ങൾക്കൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എനർജിയാണ് കാണുന്നത്. വാ, ലാസ്റ്റ് രണ്ട് കാർഡ് വന്ന് നോക്കൂ. ഇത് ഒരു സോൾമേറ്റ് ടു ഡിവൈൻ കൗണ്ടർ പാർട്ട്. അപ്പോൾ അതായത് നിങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ ടൈമിങ്ങിലാണ് നിങ്ങളുടെ മീറ്റിംഗ്. ഓക്കെ, അവിടെ നിന്നാണ് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ യൂണിയനിലേക്ക് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഡിവൈൻ കൗണ്ടർ പാർട്സ് ആണ്, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ എന്താ പറയുക, ആ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എനർജിയും നമുക്ക് വളരെ രസമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും ഒരുപാട് പാസ്റ്റ് ലൈഫ് നിങ്ങൾ ഒരുമിച്ചായിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റിലേ കാണുമ്പോൾ വളരെ ഒരു അടുപ്പം നിങ്ങൾക്ക് തോന്നും എന്നാണ് കാണുന്നത്. പിന്നെ ഈ വ്യക്തി വളരെ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. വളരെ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്. വളരെ എന്താ പറയുക, അവരുടെ ആ ഒരു അവർക്ക് എന്ത് ലക്ഷ്യമുണ്ടെങ്കിലും അതവർ നേടിയെടുത്തിരിക്കും. ഓക്കെ, അതിനെന്ത് ചാലഞ്ചസ് വന്നാലും അവർ ആ ചാലഞ്ചസ് കണ്ട് ഭയപ്പെട്ട് പിന്നാക്കൊന്നും പോവില്ല. അവരെ നേടിയെടുത്തിരിക്കും. അത് ആ ചാലഞ്ചസ് ഒക്കെ മറികടക്കാൻ സാധിക്കും എന്നൊരു ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സർപ്രൈസ് കണ്ടന്റിലേക്ക് അടക്കാം. നിങ്ങളുടേത് ഒരു ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്നും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൺഫർമേഷൻ കാർഡ്സ് ആണ്. അപ്പം നമ്മൾ ക്രിസ്റ്റൽ പവർ ടാരോ ഡെക്കിലത്തെ മേജർ അർക്കാനാസ് മാത്രം എടുത്തിരിക്കുകയാണ്. ഇതിൽ 3 കാർഡാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്യോർലി ഒരു ലവ് മാരേജ് സിനാരിയോ ആണെങ്കിൽ നമുക്ക് ലവേഴ്സ് കാർഡാണ് കൺഫർമേഷനായിട്ട് കിട്ടുക. പ്യോർലി ഒരു അറേഞ്ച് മാരേജ് സിനാരിയോ ആണെങ്കിൽ നമുക്ക് ഹയറഫൻ്റ് ആണ് കിട്ടേണ്ടത്. ഇനി ലവ് കം അറേഞ്ച് മാരേജ്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം കാണുന്നു, നിങ്ങൾ പ്രണയത്തിലാകുന്നു, പിന്നെ നിങ്ങൾ വീട്ടിൽ അവതരിപ്പിച്ച് വീട്ടുകാരുടെ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും നല്ല രീതിയിൽ ആ കല്യാണം നടക്കുന്നു എങ്കിൽ ലവ് കം അറേഞ്ച്. ഓക്കെ ആണെങ്കിൽ നമുക്ക് എംപ്രസ് കാർഡ് കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1-ൻ്റേത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ അതോ ലവ് കം അറേഞ്ച് മാരേജ് ആണോ? ഗ്രൂപ്പ് 1-ൻ്റേത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ അല്ലെങ്കിൽ ലവ് കം അറേഞ്ച് മാരേജ് ആണോ? നമുക്ക് ആ ഒരു കാർഡാണ് കിട്ടേണ്ടത്. ഈ പറഞ്ഞ 3 കാർഡുകളിൽ ഏതാണോ ആദ്യം കിട്ടുന്നത് അതാണ് നിങ്ങൾക്കുള്ള ഉത്തരം. അപ്പോൾ ഗ്രൂപ്പ് 1-ൻ്റേത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ അതോ ലവ് കം അറേഞ്ച് മാരേജ് ആണോ? ഏതാണോ ഗ്രൂപ്പ് 1-നുള്ള ഉത്തരം ഇതാ കൺഫർമേഷൻ കാർഡിലൂടെ തരിക. നമുക്കിപ്പോൾ കിട്ടിയ കാർഡുകൾ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ്, ഡെത്ത്, വീൽ ഓഫ് ഫോർച്യൂൺ, സ്ട്രെങ്ത്, ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടുള്ള കാർഡുകളല്ല. ഓക്കെ, ഗ്രൂപ്പ് 1-ൻ്റേത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ലവ് കം അറേഞ്ച് മാരേജ് ആണോ? എന്താണ് ഉത്തരം തരാനൊരു താമസം? ഓക്കെ, നിങ്ങളുടേത് പ്യോർലി ഒരു അറേഞ്ച് മാരേജ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെണ്ണ് കാണൽ സിനാരിയോയിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. ആ ഫസ്റ്റ് മീറ്റിൽ തന്നെ നിങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണ് കാണൽ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ പിക്ചർ ആവും ആദ്യം കാണുക. ഇപ്പോൾ മാട്രിമോണി വരികയാണെങ്കിൽ എന്തായാലും ഫോട്ടോ ആണെങ്കിൽ പോലും നിങ്ങൾ ആ ആദ്യം കാണുന്ന ആ മൊമെൻറ്റിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഫേസ് ടു ഫേസ് കാണുന്ന മൊമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നുണ്ട്. വളരെ ഒരു സ്ട്രോങ് കണക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. വളരെ പെട്ടെന്നായിരിക്കും ഈ ഒരു പ്രപ്പോസൽ വരുന്നതും കല്യാണം നടക്കുന്നതും ഒക്കെ കേട്ടോ. അങ്ങനെയും കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ് ഓക്കെ, ഒരു കാര്യം കൂടെ മറന്നുപോയി, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ്. അപ്പോൾ ഗ്രൂപ്പ് 1-ൻ്റെ ഫ്യൂച്ചർ സ്പൗസിനുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ് നൽകാനായിട്ട് സാധിക്കുക. അതിനുവേണ്ടി പ്രത്യേകം ഡെക്കെടുത്ത് വെച്ചതാണ്, മറന്നുപോയി.
ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് മൺസൂൺ സീസൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൺസൂൺ സീസൺ പിന്നെ ഡിസംബർ മാസമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മൺസൂൺ സീസൺ എന്ന് പറയുമ്പോൾ മെയ് ലാസ്റ്റ് വരും, ജൂൺ ജൂലൈ ഒരു ഓഗസ്റ്റ് വരെയൊക്കെയാണ്. ഓക്കെ, ആ മാസങ്ങൾ. പിന്നെ അതുപോലെ ഡിസംബർ മാസം. ഇപ്പോൾ ഇതിൽ ഏതിലൊന്നാവും അവരുടെ ജനിച്ച മാസം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള സോഡിയാക് സൈൻസ് ലിയോ, കാപ്രിക്കോൺ, ഏരീസ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് സ്ട്രോങ് ഫയർ സൈൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഏരീസ്, ലിയോ, സാജിറ്റേറിയസിൽ ഏരീസും ലിയോ ഉണ്ട് ഇവിടെ. പിന്നെ അവർക്ക് ഒരു എർത്ത് സൈൻ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയത്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ കാപ്രിക്കോൺ എനർജി ഇവിടെ ഉണ്ട്. എർത്ത് സൈൻസ് എന്ന് പറയുമ്പോൾ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. അപ്പോൾ ഈ പറയുന്ന ലിയോ പ്ലസ് കാപ്രിക്കോൺ അല്ലെങ്കിൽ ഏരീസ് പ്ലസ് കാപ്രിക്കോൺ കോമ്പിനേഷൻ അവർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ മൂന്നും അവരുടെ സൺ മൂൺ റൈസിംഗ് ആയിട്ട് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് കുറച്ച് തീയതികൾ കിട്ടിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് അവരുടെ ജനന തീയതി ആകാനുള്ള സാധ്യതയുണ്ട്. 1, 3, 19, 7, 23, 27, 31. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആൽഫബറ്റ്സ് കിട്ടിയിട്ടുണ്ട്, കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, പിന്നെ അവരുടെ ഫസ്റ്റ് നെയിമിലുള്ള അക്ഷരങ്ങൾ. ഓക്കെ, ആൽഫബറ്റ്സ് ഉണ്ടായിരിക്കും. G, X, E, I, Q, P, O, B, V, C, A, പിന്നെ S. അപ്പോൾ ഇതിൽ അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ കൂടാതെ എന്താ പറയണ്ടേ, അവരുടെ ആ ഒരു ആദ്യത്തെ അവരുടെ പേരിലുള്ള ആൽഫബറ്റ്സും ഇതിലുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഈ ഒരു ക്ലൂസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗ്രൂപ്പ് 1 നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. കൂടാതെ നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ റീഡിംഗിൽ ത്രൂ ഔട്ട് ഈ റീഡിംഗ് ക്ഷമയോടെ കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 2-ൻ്റെ കളക്റ്റീവിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരുടെ ഫ്യൂച്ചർ സ്പൗസ് ആരാണ് ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ഫ്യൂച്ചർ സ്പൗസ്? ആരാണ് ഗ്രൂപ്പ് 2-ൻ്റെ കളക്റ്റീവിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഫ്യൂച്ചർ സ്പൗസ്? ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റം അവർക്ക് ഈ അടുത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് വളരെ വേദനിപ്പിച്ച ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിലൊരു അനുഭവം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ആളുകളെ വിശ്വസിക്കാൻ വളരെ പേടിയാണ്. ഓക്കെ, അവരതിൽ നിന്നൊക്കെ മുന്നോട്ട് പോകുന്നു, അവർ ഒരുപാട് ഹീൽഡായി എന്ന് കാണുന്നു. പക്ഷെ അവർക്ക് ആളുകളെ പെട്ടെന്ന് അവർ വിശ്വസിക്കില്ല. അവർക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. കാരണം അവരെ വിശ്വാസവഞ്ചനയാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് കാണുന്നു. അപ്പോൾ ഈ വ്യക്തി അതുപോലെ തന്നെ ആരെങ്കിലും അവരെയൊക്കെ എതിരെ എന്തെങ്കിലും ചെയ്യുന്നു, അവർ വളരെ കീൻ ഒബ്സർവറാണ്. ഓക്കെ, അവർ ആളുകളെ കൃത്യമായി നിരീക്ഷിക്കുന്നു. അപ്പോൾ ആരെങ്കിലും അവരെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വഞ്ചിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഒരു 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 എന്താ പറയണ്ടേ, ഒരു സൈൻ അവർക്ക് കിട്ടുകയാണ്. ഓക്കെ, ഈ വ്യക്തികളെ നിരീക്ഷിക്കുന്നത് വഴി അങ്ങനെ ഒരു സൈൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ഓക്കെ, അവരെ അത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ, അവരെ എന്താ പറയുക, യാതൊരു കാരണവശാലും ഈ വ്യക്തികൾ എങ്ങനെയാണോ വേദനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് അത്രയും സ്ട്രാറ്റജിക്കായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അത്. പക്ഷെ ആ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യുന്നത് അവരെ തന്നെ സംരക്ഷിക്കാനാണ്, അവരെ വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാൻ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ഒരാളായിട്ട് കാണുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു സ്വഭാവം കാണുന്നില്ല. പക്ഷേ പറഞ്ഞ പോലെ അവർക്ക് ഈ ഒരു ബിട്രയൽ അതൊന്നും ഒരിക്കലും അവർ
ഫോർഗീവ് ചെയ്യില്ല, അവർക്ക് ക്ഷമിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഓൾറെഡി ഒരു വിശ്വാസവഞ്ചന സംഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ ആരെങ്കിലും വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ അതവർ അനുവദിച്ച് കൊടുക്കുന്നില്ല. ഒരു ആരാലും വഞ്ചിക്കപ്പെടാൻ അവർ ഇനി സമ്മതിക്കില്ല എന്നുള്ള, അല്ലെങ്കിൽ അത് അനുവദിക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. ഓക്കെ, അവർ വളരെ ഒരു ജനറസ് പേഴ്സൺ ആണെന്ന് കാണുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ദാനമൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ പിടിച്ച് സഹായം ചെയ്യുന്ന ഒരാളൊന്നുമല്ല. വളരെ വിശാലമായിട്ട് ഒക്കെ വളരെ ആ ഒരു ജനറസ്ലി സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ മാത്രമല്ല അവർക്ക് ഈ ഒരു അഡ്വഞ്ചറൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു കാര്യം ഒക്കെ നേടിയെടുക്കുമ്പോൾ അതിൽ ചാലഞ്ചസ് ഒക്കെ വരുമ്പോൾ ആക്ച്വലി അവരത് എൻജോയ് ചെയ്യുന്ന പറയണത്. അപ്പം അത്ര ചാലഞ്ചിങ് ആയിട്ടൊരു പ്രോസസ്സാണെങ്കിലും സാധാരണ നമുക്കൊക്കെ ചാലഞ്ചിങ് ആയിട്ടൊരു കാര്യം സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുക അല്ലേ. പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ പേഴ്സൺ സംബന്ധിച്ച് അവർക്ക് അതൊരു സ്ട്രെസ് ഒന്നും ഉണ്ടാക്കില്ല. കാരണം അവർ ഒരുപാട് അങ്ങനത്തെ സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൽ നിന്ന് വിജയകരമായിട്ട് പുറത്തു വരാൻ സാധിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യില്ല, അവർക്കത് ഒട്ടും എന്ത് ചാലഞ്ചസ് കണ്ടാലും എന്തൊരു പ്രോബ്ലംസ് കണ്ടാലും അത് സോൾവ് ചെയ്യുക. ഒരു അമേസിങ് പ്രോബ്ലം സോൾവർ ആണ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം അവർ കണ്ടെത്തിയിരിക്കും. അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു വഴിയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് സക്സസ്ഫുള്ളി ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാനും സാധിക്കും. അങ്ങനത്തെ ഒരു കഴിവുള്ള ഒരാളാണ്. പിന്നെ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. പിന്നെ എയർ ട്രാവൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ നിന്നൊരു ഫിസിക്കൽ ഡിസ്റ്റൻസ് അവർക്ക് ഇപ്പോൾ ഉണ്ട് എന്നാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കറൻ്റ്ലി അവർ ഒരു യാത്രയിലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം. എക്സ്പ്ലോറിങ് വളരെ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ വേറൊരു ഇത് കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വിവാഹത്തിന് ശേഷം നിങ്ങൾക്കൊരു യാത്ര ഉണ്ടാകും. ഓക്കെ, അതൊരു പെർമനൻറ്റ് റീലൊക്കേഷൻ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവരുടെ ആ ഒരു പാഷൻ വളരെയധികം ഉണ്ടായിരിക്കും എന്ന് കാണുന്നു. കൂടാതെ അവർക്ക് നിങ്ങളോടും അവരുടെ ജീവിത പങ്കാളിയോടും അവർക്ക് സ്ട്രോങ്ലി ഇമോഷണലി അവർ ഒരുപാട് ഇൻവോൾവ് ആയിരിക്കും ഈ കണക്ഷനിൽ. പക്ഷെ അതുപോലെ തന്നെ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ പാഷൻ, അട്രാക്ഷൻ, ഇൻറ്റിമസിയും അവർക്ക് നിങ്ങളോട് ഉണ്ടായിരിക്കും. അവരത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതും കൂടെ പറയുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ അവരുടെ കൾച്ചർ, സംസ്കാരം ഒക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആണെങ്കിൽ സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെ, വിശ്വാസങ്ങൾ, അതിനൊക്കെ മാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനൊക്കെ തള്ളി പറയുക അല്ലെങ്കിൽ അതിലൊക്കെ വിശ്വസിക്കുന്ന സ്റ്റുപ്പിഡിറ്റി ആണെന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. ഓരോ വിശ്വാസങ്ങൾക്കും അതിൻ്റെ പിന്നിൽ അതിൻ്റെതായ കാരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന് കാണുന്നു. പിന്നെ അവർക്കൊരു ടീച്ചർ എനർജി, ഒരു മെൻറ്റർ എനർജി, ഒരു ഗൈഡ്, അങ്ങനത്തെ ഒരു എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, അവർക്ക് താഴെ അവരെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ഓക്കെ, അഡ്വൈസ് നൽകുന്ന കുറച്ച് പേരുണ്ട്. ബട്ട് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ഇല്ലേ. ആ സ്റ്റുഡൻസ് എപ്പോഴും ടീച്ചറിലേക്ക് അവർക്കൊരു എന്തൊരു കാര്യത്തിനും ഒരു മാർഗ്ഗനിർദ്ദേശത്തിന് ഒരു ടീച്ചറിനെയാണ് സമീപിക്കുക. അതുപോലെ ഇവർക്കും അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ടീച്ചിങ് ഫീൽഡിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാകുക, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും അവർക്കൊരു ലീഡർ പൊസിഷനാണ്. അവരെ ഫോളോ ചെയ്യുന്ന, അവരോട് ഇതുപോലെ അഡ്വൈസസ് ചോദിക്കുന്ന, ഓക്കെ, അവരൊരു ഇൻസ്പിറേഷനായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകൾ അവർക്ക് ഉണ്ടായിരിക്കും എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അവരിങ്ങനെ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു എനർജിയാണ് കിട്ടുന്നത്. ത്രൂ ഔട്ട് ലേൺ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ. അതായത് ഒരാൾക്ക് ഫുൾ അറിവ് എപ്പോഴും ഉണ്ടായിരിക്കില്ല. നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുന്നത്. പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് എന്ന് കാണുന്നു. പിന്നെ അത് മാത്രമല്ല കരിയർ വൈസ് ഒക്കെ അവർ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ സ്കിൽസ് പഠിക്കുക, അതൊക്കെ അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. കാരണം അവർ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന, അതിഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നും കൂടെ കാണുന്നു. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ്, പുതിയ ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ലാംഗ്വേജുകൾ പഠിച്ചെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നും കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ
ലൈഫിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു സഡൻ ചേഞ്ച്, അവർ എക്സ്പെക്ട് ചെയ്യാത്തൊരു ചേഞ്ചൊക്കെ വരുമ്പോൾ അതിൽ തകർന്നു പോകുന്ന ഒരാളൊന്നുമല്ല. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്, എങ്ങനെ അതിൽ നിന്ന് പുറത്തു കടക്കാം, ഇങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അങ്ങനത്തെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രശ്നം വന്നാലും അവർ കുലുങ്ങില്ല, അവർക്ക് യാതൊരു തരത്തിലും അത് അവരെ എഫക്ട് ചെയ്യില്ല. കാരണം അവരതിനെല്ലാം ഒരു പ്രോബ്ലം, ജസ്റ്റ് ഒരു പ്രോബ്ലം ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ പ്രോബ്ലത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ എന്താണ് സൊല്യൂഷൻ, അവരത്രേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് എനിക്കിത് സംഭവിച്ചല്ലോ, എനിക്ക് എന്തുകൊണ്ടാണ് ഇത് വന്നത്, അങ്ങനെ ഒരു ഇമോഷണലി അതിലേക്ക് ഇൻവോൾവ് ആവില്ല. ഓക്കെ, കാരണം അവർ മനസ്സിലാക്കുന്നത് ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ച് മുന്നേറുമ്പോൾ അത് നമുക്ക് ഭാവിയിലേക്ക് അത് ഉപകാരമാണ്. അങ്ങനത്തെ ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് അവരെന്ന് കാണുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് കാണുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ കീൻ ഒബ്സർവർ ആണ് അവർ. അവരുടെ നിരീക്ഷണ പാഠവും എന്ന് പറയുന്നത് വളരെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് എന്ത് മറക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതിന് അവർക്കൊരു ഇൻറ്റ്യൂഷൻ ഒന്നും വേണ്ട, അവരുടെ ഒബ്സർവേഷൻ അത്രയും ഷാർപ്പാണ്. അപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് കള്ളം പറയാണ്, നിങ്ങൾ എന്തെങ്കിലും മറക്കുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ശരിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലെന്തെങ്കിലും പറയാനുണ്ടാവും, പക്ഷെ നിങ്ങളത് പറയാതെ വേറെ അതിന് നേരെ ഓപ്പോസിറ്റായി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നിങ്ങളത് മറച്ചു വെക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നല്ല ഏതൊരു വ്യക്തി, ഓക്കെ, അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആരവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ നീങ്ങാനോ ശ്രമിച്ചാൽ അത് വിജയിക്കില്ല. കാരണം അവർ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. പറഞ്ഞല്ലോ, ഓൾറെഡി അത് ഒബ്സർവ് ചെയ്ത് അതിലേക്ക് പെടാതെ പ്രശ്നം ഉണ്ടാവാതിരിക്കാനുള്ള പ്ലാൻ അവർ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്രയും ഷാർപ്പായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വളരെ ജനറസ് ആണ്. ഓക്കെ, അപ്പോൾ അവരിങ്ങനെ ഈ ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ, ഫിലാന്ത്രോഫിക് ആക്ടിവിറ്റീസിലൊക്കെ വളരെ ഇൻവോൾവ് ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. അവർ ഫൈനാൻഷ്യലി വളരെയധികം ഒരു സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി വന്ന കാർഡ് നോക്കൂ, എംപ്രസ് കാർഡാണ് നമുക്ക് കിട്ടിയത്. ഫൈനാൻഷ്യലി വളരെ വളരെ അബണ്ടൻറ്റ് പ്രോസ്പറസ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അവർ വളരെ പ്രോസ്പറസ് ആണെന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിലുമൊക്കെ ആ ഒരു പ്രോസ്പെറിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക, ആർഭാടം എന്നല്ല, പക്ഷെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അവരെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നിന്നുകൊണ്ട് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെയാണ് അവരുടെ ലൈഫിൽ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊരു അവരുടെ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിലല്ലാത്തവർക്ക് കാണുമ്പോൾ അത് വളരെ ഒരു എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ച് അവർ ആ ഫൈനാൻഷ്യൽ ഡിസിപ്ലിനിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വാങ്ങുന്നതും പർച്ചേസ് ചെയ്യുന്നതും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു ബജറ്റും കാര്യങ്ങളൊക്കെ അവർ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും അവരത് സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു കൃത്യമായ കണക്കുണ്ട്. അവരത് ഇങ്ങനെ എന്താ പറയുക, അനാവശ്യമായിട്ട് വെറുതെ കുറേ പൈസ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചിലവ് ചെയ്യുന്ന ഒരാളല്ല. പിന്നെയും അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ എന്താ പറയുക, ജനറസ്ലി അവർ ലാവിഷായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചാരിറ്റി വർക്കാണ്. അത് അവർ ചെയ്യുന്നുണ്ട്. കാരണം അവരെക്കാളും ഒരു ഫൈനാൻഷ്യലി ഒരു എന്താ പറയുക താഴെ കിടക്കുന്ന ആളുകൾ, ഓക്കെ, ജീവിത സാഹചര്യം കൊണ്ട് താഴെ കിടക്കുന്ന ആളുകൾ, അവരെ സഹായിക്കാൻ. അപ്പോൾ ഇവർക്ക് ഈ പൈസ ഈശ്വരൻ തന്നിട്ടുള്ളത് അത് അവരെ ഇങ്ങനെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കാളും അവരുടെ ആ ഫൈനാൻഷ്യൽ സിറ്റുവേഷനേക്കാളും താഴെ കിടക്കുന്ന ആളുകളുണ്ട്, അവരെ സഹായിക്കാൻ കൂടി വേണ്ടിയാണ് എന്നൊരു ബോധമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. അപ്പോൾ അവരതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു അവസരങ്ങൾ കിട്ടുമ്പോൾ അവരത് ചെയ്യുന്നതാണ് എന്ന് കാണുന്നു. ഓക്കെ, ഇങ്ങനെ ദാനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക, എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റാൻ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും അവരത് ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫെമിനിൻ എനർജി ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു ഭയങ്കര ഒരു ഇമോഷണലി അവൈലബിൾ ആയിരിക്കും, ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും എന്ന് കാണുന്നു. ഒരു നെർച്ചറിങ് കെയറിങ് എനർജിയൊക്കെയാണ് അവർക്ക്. ഓക്കെ, പിന്നെ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും എന്നാണ് കാണുന്നത്. ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുപോലെ തന്നെ വളരെ പ്രൊട്ടക്റ്റീവാണ്. ഓക്കെ, വളരെ ഡിറ്റർമൈൻഡ് ആണ്. അവർ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടോ ആ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ലക്ഷ്യത്തിന് അവർ ഒരു കാരണവശാലും കൈവിടില്ല. അത് എത്ര നാളെടുത്താലും അവർ ആ ലക്ഷ്യത്തിന് കൈവിടില്ല. അത് അവർക്ക് അത്രയും നിർബന്ധമുള്ള ഒരു കാര്യമാണെന്ന് കാണുന്നു. നിങ്ങളുടെയും അവരുടെ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഗ്രൂപ്പ് 1 ആയിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് കാർഡ് വരുന്നതിലൊക്കെ. നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരാളായിരിക്കാം കേട്ടോ. അങ്ങനെ അക്വൈൻറ്റൻസ്, അതായത് പരിചയമുള്ള വ്യക്തി ഇൻ ദ സെൻസ് നിങ്ങൾ ഇവരായിട്ടൊരു റിലേഷൻഷിപ്പ് ഒന്നും ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ. ഓക്കെ, ഒരുപാട് നല്ല മെമ്മറീസ് ഉള്ള ഒരു വ്യക്തി എന്നാണ് എനിക്ക് കിട്ടുന്നത്.
ഇത് നിങ്ങളുടെ ഒരു ഹാപ്പി മാരേജ് ആണ്. നിങ്ങൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഈ ഒരു മാരീഡ് ലൈഫിൽ. ഇവരുമായിട്ടുള്ള ഒരു വിവാഹ ജീവിതത്തിൽ ഇവർ ആസ് എ പാർട്ട്ണർ നിങ്ങൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള, ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന ഒരു വിവാഹ ജീവിതമാണ് ഇവരായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. എനിക്ക് വളരെ പോസിറ്റിവിറ്റി ഉണ്ട് ഈ ഒരു കണക്ഷനിൽ. പിന്നെ മാത്രമല്ല ഈ വ്യക്തിയുടെ ഒരു എനർജി അങ്ങനെയാണ്. അവർ ഹൈലി സക്സസ്ഫുൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വളരെ സക്സസ്ഫുൾ ആണ്, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് കാണുന്നു. അവർ ആ ഒരു ഇപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അവർ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ പൊസിഷൻ എവിടെയാണ് അവിടെ അവർക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചിരിക്കും. അവരെന്തായാലും ഈ ലൈഫ് ടൈമിൽ എത്തിപ്പെടുന്നുണ്ട്. ഓക്കെ. പിന്നെ മാത്രമല്ല അവരൊരു വളരെ തമാശകളൊക്കെ പറയുന്ന, ഓക്കെ, ആ ഒരു വാംത്ത് എനർജി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കൊരു അവരുടെ കൂടെ ഇരിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും, വളരെ റിലാക്സ്ഡ് എനർജിയാണ് കിട്ടുക, അതും കാണുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ചൊരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് അവർക്കുള്ളത്. അപ്പം ഏതെങ്കിലും ഒരു കാര്യം, അതാണ് പറഞ്ഞത്, ഏതൊരു പ്രോബ്ലത്തിനെയും അവർ ഫേസ് ചെയ്യുന്ന രീതിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം സംഭവിച്ചാൽ പോലും അവരത് എന്തുകൊണ്ട് എനിക്ക് ഇനി സംഭവിച്ചു എന്ന് വിഷമിച്ചിരിക്കുന്നത് ചെയ്യുക. ഇതൊരു പ്രശ്നമാണ്, ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം, അത് മാത്രമാണ് അവരുടെ ചിന്ത. അല്ലാതെ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാനോ സങ്കടപ്പെടാനോ ഒന്നും ഇരിക്കില്ല. അതിന് സൊല്യൂഷൻ എന്തെന്നുള്ളതാണ് അവർ ആലോചിച്ചിരിക്കുക. അവരെപ്പോഴും ആ ഒരു ടവർ മൊമെൻറ്റ്സിനൊക്കെ ഒരു ക്യൂരിയസ് മൈൻഡ് സെറ്റോടെയാണ് അതിനൊക്കെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അവർക്ക് ഹെൽത്തി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് കാണുന്നു. അവരപ്പോൾ അതുകൊണ്ട് തന്നെ എക്സസൈസുകൾ ചെയ്യുക, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും അങ്ങനെ അവർ കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനത്തെ ഒന്നും ആ ഒരു ലൈഫ് സ്റ്റൈൽ, എന്താ പറയുക, ഇപ്പോൾ ഡ്രിങ്കിങ് അല്ലെങ്കിൽ സ്മോക്കിംഗ്, ഇതൊന്നും ഒട്ടും അവർ അത് ഫോളോ ചെയ്യില്ല, താല്പര്യപ്പെടുന്നില്ല. അവരത് ചെയ്യില്ല, കാരണം അവർ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാൻ, ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് 2-3 സ്ഥലത്ത് അത് കിട്ടിയിട്ടുണ്ട്. വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ കാണാനായിട്ട്, അവരുടെ ഒരു അത്രയും ഒരു സൗന്ദര്യം നിങ്ങളെ സംബന്ധിച്ച് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും അവർ. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് മീൻസ് നിങ്ങൾക്ക് അവർ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. ആ ഒരു അട്രാക്ഷൻ, ഫിസിക്കൽ അട്രാക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷെ അതിനപ്പുറം നിങ്ങൾക്ക് ഒരു കണക്ഷൻ അവരായിട്ട് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ആ ഒരു സ്ട്രോങ് സോൾമേറ്റ് എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, അത് ശരിക്കും നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ട്രിഗർ ചെയ്യുന്നതാണ് എന്ന് ഞാൻ കാണുന്നു. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ഹോബിയൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഓക്കെ, പെയിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ്, പെയിൻറ്റിങ്, അങ്ങനത്തെ ഏതെങ്കിലും ഒരു മീഡിയം യൂസ് ചെയ്ത് വരയ്ക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പാടുന്ന ഒരാൾ, അല്ലെങ്കിൽ ഡാൻസ് ഡാൻസ് ചെയ്യുന്ന വ്യക്തി, ചില പാട്ടുകൾ എഴുതുന്ന ഒരാൾ, ഓക്കെ, കമ്പോസ് ചെയ്യുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ അവർക്ക് വളരെയധികം കഴിവുണ്ട്. ചിലപ്പോൾ ഒന്നിലധികം ഫീൽഡായിരിക്കാം, അതിൽ കഴിവുകളുള്ള ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ എന്താ ബുക്കുകൾ എഴുതുന്ന, പോയം എഴുതുന്നൊക്കെ ഒരു വ്യക്തിയായിരിക്കാം എന്ന് കാണുന്നു. ഒരുപാട് വിസ്ഡം, അവരുടെ ലൈഫിൽ അവർ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവർക്ക് ആ ഒരു പഠിച്ച പാഠങ്ങളെയൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻസ്, അതുപോലെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവർക്കും ആ പാഠങ്ങളൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടായത്, അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ. അപ്പോൾ അവർക്ക് അതിലൊന്നും യാതൊരു മടിയില്ല, അത് തന്നെ കണ്ടെത്തിക്കോട്ടെ, അങ്ങനത്തെ ചിന്തയൊന്നും എല്ലാവർക്കുള്ളത്. അവരെ കൊണ്ട് കഴിയുന്ന സഹായം അവർ ഡെഫിനറ്റ്ലി ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ അവർ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോയതായതുകൊണ്ട് അവർക്ക് അറിയാം ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവർ കൃത്യമായിട്ട് ആ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, ഞാൻ ഈ സിറ്റുവേഷനിൽ പോയിട്ടുള്ളതാണ്, അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വളരെയധികം ഒരു സന്നദ്ധത ഉള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പഠനം ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അതപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും അവർക്ക് ഇങ്ങനെ സർട്ടിഫിക്കേഷൻ, ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിൽ അവരിങ്ങനെ ഓരോ സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതൊക്കെ വളരെ ഇഷ്ടമാണ്. ആ ഒരു കോഴ്സ് പഠിക്കുക, കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുക, ബുക്കുകൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കും. പിന്നെ പുതിയ പുതിയ സോഫ്റ്റ്വെയർസ് ഒക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് അറിയുക, ഒരു ബേസിക് നോളജ് എങ്കിലും അറിഞ്ഞിരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് അവർക്ക് സ്ട്രോങ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അവർ ഇൻറ്റ്യൂട്ടീവ് ആണ് എന്നും കാണുന്നുണ്ട് കേട്ടോ. ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആണ്, സ്പിരിച്വൽ എനർജി. നമുക്ക് ക്യൂൺ ഓഫ് കപ്സും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹൈ പ്രീസ്റ്റസും ക്യൂൺ ഓഫ് കപ്സും കൂടിയിട്ട് അവർക്കൊരു സൈക്കിക് എബിലിറ്റി, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സൈക്കിക് എബിലിറ്റി അവർക്ക് ഉണ്ട്. ഓക്കെ, ലിറ്ററലി 10 ഓഫ് കപ്സ് ആണ് കിട്ടിയത്. സണ്ണും 10 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഹാപ്പിലി എവർ ആഫ്റ്ററിൻ്റെ ഡബിൾ കൺഫർമേഷൻ ആണ് സണ്ണും 10 ഓഫ് കപ്സും. നിങ്ങൾ വളരെ വളരെ ഹാപ്പി ആയിരിക്കും നിങ്ങൾ ഈ ഒരു ഫാമിലി ലൈഫിൽ ഇവരുടെ കൂടെ.
ഓക്കെ, ഈ ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ്, ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ, അതാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തൊരു ആഗ്രഹം, പുതിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വളരെ പേഷ്യൻ്റ് ആയിട്ട് ആ ഒരു ആഗ്രഹം നേടിയെടുക്കുന്നതിനായിട്ട് അവർ മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ആ ആഗ്രഹം നേടിയെടുക്കുന്നതിനായിട്ട് അവരതിനായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരാ വിട്ട് കളയില്ല. പക്ഷേ പറഞ്ഞ പോലെ അവരുടെ ധൃതി വെക്കൂലേ പെട്ടെന്ന് നേടിയെടുക്കണം, അല്ല, അവരതിനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ഒരു ആഗ്രഹം എത്ര സമയം എടുത്താലും അതിനവർ വിട്ട് കളയില്ല. അവർക്ക് ആ ക്ഷമയുണ്ട്. പക്ഷേ എത്ര അവർക്ക് തോന്നുകയാണ് ഇത് നടക്കില്ല എന്ന് തോന്നിയാലും, അങ്ങനത്തെ ഒരു ചിലപ്പോൾ അവർ 3D റിയാലിറ്റിയിൽ എത്ര അവർ പരിശ്രമിച്ചിട്ടും അതിന് റിസൾട്ട് കാണുന്നില്ല എന്ന് വന്നാൽ പോലും അവരത് വിട്ടുകളയില്ല. കാരണം അവർക്ക് ആ ഒരു ഉറച്ച വിശ്വാസമുണ്ട്, ആ ഒരു ആഗ്രഹം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിനോട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനോട് അവർക്കൊരു ആഗ്രഹം തോന്നിയത്, അത് നേടിയെടുക്കണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അത് നേടിയെടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. നിങ്ങൾ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള, വളരെ ഒരു മെച്യൂർ ആയിട്ടുള്ള, ഒരുപാട് വിസ്ഡം ഉള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അവരങ്ങനെയാണ് ചിന്തിക്കുക. ഒരു കാര്യത്തിനോട് അവർക്ക് ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ട്, അതുകൊണ്ടാണ് അതിനോട് ആഗ്രഹം വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ആഗ്രഹം ഉണ്ടാകില്ലായിരുന്നു, അങ്ങനത്തെ ഒരു ചിന്തയാണ് അവർക്കുള്ളത്. അതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അവർ അതുപോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു വിഷമമില്ലാത്ത ആളാണ്. എത്ര ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിലും അതിനവർ റെഡി ആയിരിക്കും. ഓക്കെ, പിന്നെ വളരെയധികം വിശ്വസിക്കാവുന്ന ഒരു വ്യക്തി, വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അവർ റിലേഷൻഷിപ്പിലൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിലുള്ള കണക്ഷനിൽ അവർ 100% ഫെയ്ത്ത്ഫുൾ ആയിരിക്കും. അവർ പിന്നെ വേറെ ഒരാളിലേക്ക് അവർക്ക് ശ്രദ്ധ, അങ്ങനെ റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഒരിക്കലും പോവുക തന്നെയില്ല. കാരണം അവരെ സംബന്ധിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബമൊക്കെയാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു കുടുംബവും ഒക്കെയാണ് അവരുടെ ലോകം, അതാണ് അവരുടെ പ്രയോറിറ്റി. അതിനപ്പുറത്തേക്ക് അവരൊന്നും ചിന്തിക്കുക പോലും ഇല്ല എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ വളരെ ഒരു എന്താ പറയുക ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും, നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം വരുമ്പോഴും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന വ്യക്തിയാണ്. വണ്ടർഫുൾ എനർജി. നമുക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസ് കിട്ടി, കൂടെ കിട്ടിയേക്കണം നോക്കൂ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. ഡിവൈൻ കൗണ്ടർ പാർട്സ് ആണ് കേട്ടോ. അതും ആ ഒരു പെൻറ്റക്കിൾ എനർജിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പരസ്പരം നിങ്ങൾ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ആ ലൈഫിൽ ആ ഒരു സെക്യൂരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ഒരുമിച്ച്, അതുപോലെ നിങ്ങൾ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഒരുപാട് നിങ്ങൾക്കൊരു എന്താ പറയുക, പണത്തിൻ്റെ ഒരു സമൃദ്ധി നിങ്ങൾ അനുഭവിക്കും പ്രത്യേകിച്ച്. ഓക്കെ, ആ മെറ്റീരിയൽ വെൽത്ത് നിങ്ങൾ അനുഭവിക്കും എന്ന് കാണുന്നു. പിന്നെ നമുക്ക് മെജീഷ്യൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. എഗെയിൻ അവരുടെ ക്രിയേറ്റിവിറ്റി. അപ്പോൾ അവർ ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്, വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്, മാസ്റ്റർ മാനിഫെസ്റ്ററാണ്. അവരെന്താഗ്രഹിച്ചാലും അവരത് നേടിയെടുക്കും. അവർക്ക് ആ ഒരു കഴിവുണ്ട്. അവരതിനെ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും, അവർ വേണ്ട ആക്ഷൻസ് എടുക്കുകയും ചെയ്യും, അത് നേടിയെടുക്കുകയും ചെയ്യും. ഓക്കെ, അവരൊരിക്കലും അത് എന്ത് ചെയ്യില്ല, വിട്ടുകളയില്ല, അത് വേണ്ട എന്ന് വിചാരിക്കില്ല. അവർക്കൊരു അത്രയും ഞാൻ പറഞ്ഞല്ലോ, അവരൊരു രീതി വിശ്വാസം അങ്ങനെയാണ്. അതായത് ഒരു കാര്യത്തിലേക്ക് അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള കഴിവ് അവർക്കുള്ളതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ തോന്നില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ്. ലീഡർഷിപ്പ് എനർജി ഉണ്ട് അവർക്ക്. ഓക്കെ, സെൽഫ് കോൺഫിഡൻസ് വളരെ ഹൈ ആയിരിക്കും. അവരുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരിക്കും അവർ. ആ ഒരു ആത്മവിശ്വാസം, ഏതൊരു പ്രശ്നത്തിൽ അവർക്കൊരു തളർച്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അവരാണ് അതിൽ നേതൃത്വം എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, അവർ നേടിയെടുക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഡിവൈൻ കൗണ്ടർ പാർട്സ്. ഓക്കെ, നമുക്ക് ഓൾറെഡി കിട്ടിയതാണ് കിങ് ആൻഡ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇതൊരു വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള, ഒക്കെ ഒരുപാട് സ്നേഹം നിറഞ്ഞിട്ടുള്ള ഒരു ബന്ധം. അത് ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഈശ്വരൻ്റെ പ്രസൻസ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിലും, നിങ്ങളൊരു യൂണിയനിലേക്ക്, നിങ്ങളൊരു വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നതിലും ഒക്കെ ആ ഒരു ഈശ്വരൻ്റെ ആ ഒരു സ്ട്രോങ് പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട്, യൂണിവേഴ്സിൻ്റെ ആ ഒരു സ്ട്രോങ് പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും ത്രൂ ഔട്ട്. ഓക്കെ, നിങ്ങളുടെ ബെറ്റർ ഹാഫ്, ദ ബെസ്റ്റ് ഹാഫ് ആണ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്കൊരു അവരുടെ സക്സസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരുപാട് ഈ ഒരു പബ്ലിക് റെക്കഗ്നിഷൻ. അപ്പോൾ അവരുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും ഓൾറെഡി. ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് നേടുക, ഓക്കെ, ഏതെങ്കിലും ഒരു കോമ്പറ്റീവ് എക്സാമിലൊക്കെ ഫസ്റ്റ് റാങ്ക് നേടുക, പഠിച്ചു വന്ന് ചിലപ്പോൾ എല്ലാ ഇതിലും മെയിൻ എക്സാംസ് ഒക്കെ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായിട്ടുള്ള വ്യക്തി. അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നും കൂടെ എനിക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
ഒരു സർപ്രൈസ് ഉണ്ട്. ഞാനത് ഫസ്റ്റിലേ പറഞ്ഞില്ല, ലാസ്റ്റ് വരെ കേട്ടിരിക്കുന്നവർക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടേത് ഒരു അറേഞ്ച് മാരേജ് ആയിരിക്കുമോ, ലവ് മാരേജ് ആയിരിക്കുമോ, അതോ ലവ് കം അറേഞ്ച് മാരേജ് ആയിരിക്കുമോ എന്നാണ്. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ കാർഡാണ് എടുക്കുന്നത്. അപ്പോൾ പ്യോർലി ഒരു ലവ് മാരേജ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, ലവേഴ്സ് കാർഡ് കിട്ടണം. ഇനി അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഹയറഫൻ കാർഡ് കിട്ടണം. അല്ല, ലവ് കം അറേഞ്ച് ആണെങ്കിൽ എംപ്രസ് കാർഡ് കിട്ടണം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 2-ൻ്റേത് ലവ് മാരേജ് ആണോ, അറേഞ്ച് മാരേജ് ആണോ, അല്ലെങ്കിൽ ലവ് കം അറേഞ്ച് മാരേജ് ആണോ? ഗ്രൂപ്പ് 2-ൻ്റേത് ലവ് മാരേജ് ആണോ, അറേഞ്ച് മാരേജ് ആണോ, അല്ലെങ്കിൽ ലവ് കം അറേഞ്ച് മാരേജ് ആണോ? ലവ് കം അറേഞ്ച് മാരേജ്. ഓക്കെ, അടിപൊളി, ഇഷ്ടപ്പെട്ടു, നല്ല ഒരു എനർജി. അപ്പോൾ നിങ്ങൾ ആദ്യം തമ്മിൽ കാണുന്നു, നിങ്ങൾ ഇഷ്ടത്തിലാകുന്നു, പിന്നെ നിങ്ങൾ ഫാമിലിയോട് പറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു കുറച്ച് നാളപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രണയിച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് നിങ്ങൾ ഫാമിലിയിൽ അവതരിപ്പിക്കുന്നത്. ഫാമിലിയുടെ കംപ്ലീറ്റ് ബ്ലെസ്സിങ്ങോട് കൂടെ ഈ ഒരു വിവാഹം നന്നായിട്ട് നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എനർജിയാണ് കിട്ടിയത്, പെട്ടെന്ന് കിട്ടി. ഓക്കെ, ഗ്രൂപ്പ് 1-ന് ഒരുപാട് ഷഫിൾ ചെയ്തിട്ടാണ് നമുക്ക് ആ കാർഡ് വന്നത്. നിങ്ങളുടെ ഫസ്റ്റ് ഷഫിളിൽ തന്നെ ആ ഒരു ഡെക്ക് മുഴുവൻ ഷഫിൾ ചെയ്യേണ്ടി വന്നില്ല, അപ്പോഴേക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അത്രയും സ്ട്രോങ് എനർജിയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ സംബന്ധിച്ച് ഉള്ള ക്ലൂസ്, ക്യാപ്സ്യൂൾ ക്ലൂസ്. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ് 2-ൻ്റെ ഫ്യൂച്ചർ സ്പൗസ് ആരാണോ ആ വ്യക്തിയെ സംബന്ധിച്ച് എന്തൊക്കെ ക്ലൂസാണ് നൽകാനായിട്ട് ഇപ്പോൾ സാധിക്കുക? ഓക്കെ, അപ്പോൾ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വിൻ്റർ സീസൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിൻ്റർ സീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഒക്ടോബർ തൊട്ട് തുടങ്ങും ഇല്ലേ? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, ഈ മാസങ്ങൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം അവരുടെ ജനന മാസം. ഓക്കെ, ജാനുവരി നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ജാനുവരി ആയിരിക്കാം അവരുടെ ജനന മാസം എന്ന് കാണുന്നു. പിന്നെ നമുക്ക് മെയ് മാസം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും അവരുടെ ജനനമാസമാണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള സോഡിയാക് സയൻസ് എന്ന് പറഞ്ഞാൽ സ്കോർപിയോ, ലിബ്ര, പൈസീസ്, ക്യാൻസർ, ടോറസ്. ഇതിലേതെങ്കിലും അവരുടെ സൺ മൂൺ റൈസിങ്, ഇതിൽ അവരുടെ സൺ മൂൺ റൈസിങ് സയൻസ് ഉണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ഉണ്ട്. അതാണ് കാണുന്നത്. അറ്റ്ലീസ്റ്റ് സൺ ആൻഡ് മൂൺ സൈൻ, അല്ലെങ്കിൽ 2 സയൻസ്, ഈ സൺ മൂൺ റൈസിങ്ങിൽ 2 അറ്റ്ലീസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ പ്ലേസ്മെൻറ്റ്സ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും അവരുടെ ജനന തീയതികളായിരിക്കാം. 13, 23, 18, 26. ഓക്കെ, ഇനി നമുക്ക് ഇനീഷ്യൽസ് കിട്ടിയിട്ടുണ്ട്. ഇ, വൈ, കെ, വി, എക്സ്, സി അല്ലെങ്കിൽ സെഡ്, ഐ, ഒ, ജെ. അപ്പോൾ ഇതിൽ അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, അവരുടെ ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ അവരുടെ പേരിൽ ഉള്ള ആൽഫബറ്റ്സ് ഇതിലുണ്ട് എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയുമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. മൈ ഡിയർ ഗ്രൂപ്പ് 2, ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിനായി ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇത്രയും നേരം ഈ റീഡിംഗ് കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഈ റീഡിങ്ങിൽ ഉണ്ടായിരുന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആരാണെന്ന്. ഓക്കെ, ഗ്രൂപ്പ് 3-യുടെ ഫ്യൂച്ചർ സ്പൗസ് ആരാണ്? ഗ്രൂപ്പ് 3-യുടെ
വരുംകാല ജീവിത പങ്കാളിയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് യൂണിവേഴ്സിന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഏതൊരു കാര്യം നടക്കുന്നതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ഒരു കാര്യത്തിന് വേണ്ടി അവർ പരിശ്രമിക്കുമ്പോഴും അവർക്ക് ആ ഒരു ക്ഷമയുണ്ട്. അതായത് ഓക്കെ, അത് സംഭവിക്കാനായിട്ട് ഒരു സമയമുണ്ട്, ആ സമയത്ത് അത് നടക്കും, ഞാൻ എൻ്റെ ഭാഗം ചെയ്യുക, അങ്ങനത്തെ ഒരു ചിന്തയുള്ള ഒരാളാണ് എന്ന് കാണുന്നു. വളരെയധികം ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു പ്രവണത ഇല്ലാത്ത ഒരാളാണ്. അവർക്ക് റീസെൻ്റ്ലി അവരുടെ ജീവിതത്തിൽ പഠിത്തമല്ലെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ്, ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് അത്രയും അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു അധ്യായം ഉണ്ടായിട്ടുണ്ട്. അത് അവസാനിച്ച് അതിൽ നിന്ന് പോകുന്നതിന് ശേഷം അതൊരു ചിലപ്പോൾ ഒരു വിശ്വാസവഞ്ചനയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ നിറഞ്ഞ ഒരു സംഭവമായിരിക്കാം. അത് അവരൊരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അവരെ വഞ്ചിച്ചതായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ അവരെ, അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അവരെ വഞ്ചിച്ചതായിട്ടാണ് നിങ്ങളുടെ ജീവിത പങ്കാളി കണക്കാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആ ഒരു സംഭവത്തോടുകൂടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ശരിക്കും ഒരു ബിഫോർ ആഫ്റ്റർ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെന്നതിന് ശേഷം ചിലപ്പോൾ അവരുടെ ഫാമിലിയുള്ളവർ തന്നെ പറയുന്നുണ്ടാവും, ഇവരെ ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇങ്ങനെ ആദ്യം വളരെ എന്ന് പറഞ്ഞിട്ട് അവരുടെ പണ്ടത്തെ ക്യാരക്ടേഴ്സ് പറയും. പക്ഷെ ഇപ്പോഴാണ് ഒരുപാട് മാറി. ഒരു എന്താ പറയുക, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ലൈഫിൽ ഒരു മാറ്റം വന്നപ്പോഴാണ്, ഒരു പ്രത്യേക ഒരു സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഇങ്ങനൊരു മാറ്റം സംഭവിച്ചത് എന്നൊക്കെ ചിലപ്പോൾ കേൾക്കാനൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി തന്നെ നിങ്ങളോടത് ഷെയർ ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നു. അവരുടെ ലൈഫ് വളരെയധികം പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ അവരുടെ പ്രിയപ്പെട്ട ആളുകൾ, അവർക്ക് അത്രയും പ്രിയപ്പെട്ടിട്ടുള്ള ബന്ധങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ അവർ വളരെ പ്രൊട്ടക്റ്റീവാണ് എന്ന് കാണുന്നു. ഓക്കെ, അവർക്ക് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവാറുണ്ട്. ഭയപ്പെടുത്തുന്ന, അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിൽ വരാറുണ്ട്. എങ്കിൽ പോലും അവരതിനൊന്നും അങ്ങനെ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ മൂവ് ഓൺ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടെന്ന് കാണുന്നു. ഓക്കെ, അവർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ വിഷമിക്കുന്ന ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, അവരുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്, ആ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് ട്രോമ, വൂണ്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം അവർ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്തു എന്നാണ് ഞാൻ കാണുന്നത്. അവരിപ്പോൾ അവരൊരു ഗ്ലോ പീരീഡിലാണ്. ഓക്കെ, അവരിപ്പോൾ വളരെ ആത്മവിശ്വാസമുള്ള, വളരെയധികം ലൈഫിൽ സക്സസ്ഫുള്ളായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരാരാണോ അങ്ങനെ തന്നെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. അവർ ഒരു തരത്തിലും ഒരു പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി ഉള്ള ഒരാളൊന്നുമല്ല. അവരവരുടെ ആ ഒരു ട്രൂ സെൽഫ്, അവരുടെ ശരിയായ ആ ഒരു വ്യക്തിത്വത്തിനെ മൊത്തത്തിൽ സ്വീകരിച്ച് അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു എന്താ പറയണ്ടേ, വളരെ ഹീൽഡ്, ഒരു ബാലൻസ്ഡ്, ഒരു ഹാർമോണിയസ് എനർജിയാണ് അവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഒരു പ്രസൻസിൽ നിങ്ങൾക്ക് ആ ഒരു പീസ്ഫുൾ എനർജി കിട്ടുന്നതാണ്. കാരണം ഒരു കംപ്ലീറ്റ്ലി ഹീൽഡാണ്. ഓക്കെ, പിന്നെ അവർക്ക് അവരുടെ ഫ്യൂച്ചർ, ഏതൊരു കാര്യത്തിൽ ഏതൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അവരെപ്പോഴൊരു ആത്മവിശ്വാസത്തോടുകൂടെ വളരെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഏതൊരു കാര്യത്തിനെ കുറിച്ചും ഓക്കെ, അവരിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആ ഒരു ആളെ അല്ല. അങ്ങനത്തെ ചിന്തിക്കുന്ന ആളുകളായിട്ട് അധികം ഇടപഴകാനും ഈ വ്യക്തി ആഗ്രഹിക്കില്ല. അവരൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഒരു പീസ്ഫുൾ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ ചിലപ്പോൾ അവരുടെ ആ ഒരു ടേണിംഗ് പോയിന്റിലൂടെയാവും സംഭവിച്ചിട്ടുണ്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ എപ്പോഴും നെഗറ്റീവ് പറയുന്നത്, എപ്പോഴും നെഗറ്റീവ് ഇല്ലായ്മകൾ മാത്രം പറയുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളായിട്ടൊക്കെ ഒരു അകലം പാലിക്കാനാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിത പങ്കാളി ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അതിപ്പോൾ അവർ ഫാമിലിയിലുള്ളവരാണെങ്കിൽ പോലും അവരകലം പാലിച്ചിരിക്കും. കാരണം അവരുടെ ഒരു വിശ്വാസം അങ്ങനെയാണ്. അതായത് പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ തന്നെയാണ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മൾ ഒരു പ്രതീക്ഷ വയ്ക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അവർ ചിലപ്പോൾ ജീവിതത്തിൽ അവരുടെ അനുഭവം അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നത്. നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിനും അസ്വസ്ഥതയാണ്, മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാനൊരു
ഒരു കാലതാമസവും വരുന്നു എന്നാണ് കാണുന്നത്. അപ്പം അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അവർക്കുണ്ട്. പിന്നെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പേഴ്സണാണ്, അങ്ങനെ ഒരുപാട് ഇമാജിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ വളരെയധികം ചിലപ്പോൾ അവർക്ക് ഒരു സ്റ്റോറിയൊക്കെ എഴുതാനുള്ളൊരു കഴിവുണ്ടായിരിക്കും. ഓക്കെ, കാരണം അവർക്ക് അത് ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അത് നടന്ന കാര്യമാണെങ്കിൽ പോലും അത് കേൾക്കുന്നവർക്ക് അവർ കൺമുന്നിൽ നടക്കുന്നത് പോലെ തോന്നും. അങ്ങനത്തെ ഒരു കഴിവുള്ള ഒരാളാണ്. ആ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ആ ഒരു കഴിവ് അത്രയും നന്നായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നാച്ചുറലി ഉള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. അങ്ങനെ ആ ഒരു വാക്കുകൾ കൊണ്ട് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു കഴിവ് ഉണ്ടായിരിക്കുന്നതാണ് കാണുന്നത്. സ്റ്റോറി ടെല്ലിങ്ങോ അല്ലെങ്കിൽ സ്റ്റോറി റൈറ്റിംഗ്, ഞാൻ ഉദ്ദേശിച്ചത് റൈറ്റിംഗ് ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഥ, കവിത എഴുതുക, അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവത്തിനെ കുറിച്ച് ഒരു റിപ്പോർട്ടൊക്കെ എഴുതുക എന്നൊക്കെ പറയുമ്പം അതൊക്കെ നല്ല വൃത്തിയായിട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. ഓക്കെ, ഇവിടെയും നമുക്ക് എംപ്രസ് കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. വളരെ ഒരു നേർച്ചറിങ്, കെയറിങ് എനർജിയുള്ള ഒരു വ്യക്തി. ഓക്കെ, അവർക്ക് ആ ഒരു സെൽഫ് ലവ് ഉണ്ട്. അവരെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവരൊന്നിൻ്റെയും പിറകെ ചേസ് ചെയ്യുന്ന ഒരാളല്ല. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള ഒരാളാണ്. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവരുടെ മാനിഫെസ്റ്റേഷൻസിനെ അവരിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള ഒരാളാണ്. ആ കഴിവിനെ കുറിച്ച് ബോധ്യമുള്ള ഒരാളും കൂടിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. ഓക്കെ, അപ്പോൾ അവരവരുടെ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലാണ് എപ്പോഴും ആയിരിക്കാന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനൊക്കെ ഒരു കഴിവുള്ള ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. അവർക്ക് ഈ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിച്ചിട്ട് പോലും അവരുടെ ആ ഒരു കെയറിങ്, നർച്ചറിങ് സൈഡിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അത് കൂടുതൽ സ്ട്രോങ് ആകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ചുറ്റുമുള്ളവരോടും ഒക്കെ ആ ഒരു എംപതി അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, മാത്രമല്ല ഇപ്പോൾ മനുഷ്യന്മാർ തന്നെയല്ല, മൃഗങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, അവരോടൊക്കെ ഒരു സ്നേഹം, ഒരു കമ്പാഷൻ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എഗെയിൻ എനിക്ക് കിട്ടുന്ന വേറൊരു മെസ്സേജാണ്, അവർ ചിലപ്പോൾ കറൻ്റ്ലി നിങ്ങളിൽ നിന്നൊരു ഫിസിക്കൽ ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നു. അപ്പോൾ ഒരു യാത്ര ഒക്കെ കാണുന്നുണ്ട് അവരുടെ ലൈഫിൽ. ഓക്കെ, അവർ ചിലപ്പോൾ ഈ ടേണിംഗ് പോയിന്റ് ഭാഗമായിട്ട് അവർക്ക് ഒരു റീലൊക്കേഷൻ അവർ ചെയ്തിട്ടുണ്ട്. അവരെവിടെയാണോ താമസിച്ചിരുന്നത് അവിടെ നിന്ന് അവർ വേറൊരു സ്ഥലത്തേക്ക് പെർമനൻ്റ്ലി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ കാണുന്നു. പിന്നെ ജീവിതത്തിൽ എപ്പോഴും ധൈര്യസമേതം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓക്കെ, മുന്നോട്ട് തന്നെ എപ്പോഴും അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കഴിഞ്ഞു പോയ കാര്യത്തിനെ അതിലേക്ക് തിരിഞ്ഞു നോക്കുന്ന പ്രവണത വളരെ കുറവുള്ള ഒരാളാണെന്ന് കാണുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഒരുപാട് അറിവുകളുള്ള ഒരു വ്യക്തിയാണ്. ഹൈലി സക്സസ്ഫുൾ ആണ് എന്ന് കാണുന്നു. ഒരു പബ്ലിക് റെക്കഗ്നിഷൻ, ഒരു സ്റ്റാർ എനർജി. നമുക്ക് സ്റ്റാർ കാർഡും കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് വോൺസ് കിട്ടിയിട്ടുണ്ട്. ആ പോപ്പുലാരിറ്റി വളരെ കൂടുതലാണ് അവർക്ക്, അങ്ങനെയാണ് കാണുന്നത്. ആളുകളൊക്കെ ആയിട്ട് കൃത്യമായിട്ട് സ്ട്രോങ് ബൗണ്ടറി ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ കെയറിങ്, കമ്പാഷനേറ്റ് സൈഡൊന്നും എല്ലാവർക്കും ഒന്നും കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, ഇവരെപ്പോഴും ഒരാൾക്ക് ആരോടൊക്കെയാണ് അവർ ആ ഒരു സോഫ്റ്റ് നേർച്ചറിങ് സൈഡ് കാണിക്കേണ്ടത്, അത് എക്സ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ കൃത്യമായി അനലൈസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുക. പൊതുവേ അവരൊരു സീരിയസ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഒരു ഹെൽത്തി ബൗണ്ടറീസ് ഒക്കെ ഉണ്ട്. അവർക്ക് ചിലപ്പോൾ വളർത്തുന്ന നായയൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, അതായത് അവർക്ക് ഡോഗ്സിനെയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഒരു പെറ്റ് ഉണ്ടാകാൻ സാധ്യത, അതിന് 100% സാധ്യത ഒരു ഡോഗ് ആവാനാണ്. പിന്നെ മാത്രമല്ല അവർ വളരെ ലോയലാണ് എന്ന് കാണുന്നു. ഓക്കെ, ഭയങ്കര ഒരു നന്ദിയുള്ള, വളരെ ഒരു ഒരു ആരെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഓർത്തു വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, അതനുസരിച്ച് പെരുമാറുന്ന, ആ വന്ന വഴി മറക്കാത്ത ഒരാൾ, അങ്ങനെയൊക്കെ പറയില്ല നമ്മൾ, അങ്ങനത്തെ ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, പക്ഷെ അതേസമയം ആളുകളൊക്കെ ആയിട്ട് ഒരു സ്ട്രോങ് ബൗണ്ടറി കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആർക്കും എങ്ങനെ വേണമെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് ചെന്ന് കയറാം, അങ്ങനത്തെ ഒരു അതിന് അവരനുവദിക്കില്ല. അവർ കൃത്യമായിട്ടൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്, അത് മനസ്സിൽ വെക്കില്ല. ഓക്കെ, അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ വിശദമായിട്ട് അനലൈസ് ചെയ്ത് എന്തുകൊണ്ട് ആ പ്രശ്നം വന്നു, അതിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്തിട്ടിട്ട് അത് അനലൈസ് ചെയ്ത് മൊത്തത്തിൽ അതിന് കീറി മുറിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ആൾ. അല്ലാണ്ട് അതിനെ മറന്നു കളഞ്ഞ് അല്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞ് സൊല്യൂഷൻ, അങ്ങനെയല്ല അത് സൊല്യൂഷൻ കണ്ടെത്തുക. അവർ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ആ കാര്യം മൊത്തത്തിലെടുത്ത് പുറത്തേക്ക് ഇടും. അപ്പോൾ അവരുടെ വ്യൂസ്, അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ്, അവരോട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ പുള്ളി വിടാണ്ട് അതൊക്കെ പുറത്തേക്കിട്ട് ഒരു വിശദമായ അനാലിസിസിന് ശേഷമാണ് അതിലേക്ക് ഒരു സൊല്യൂഷനിലേക്ക് വരിക. ഓക്കെ, അതാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഒരു ബാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും അവശേഷിക്കാൻ പാടില്ല. ഒരു പ്രശ്നം ഉണ്ടായാൽ അത് കംപ്ലീറ്റ്ലി
അനലൈസ് ചെയ്യുക, അതിന് സൊല്യൂഷൻ കണ്ടെത്തുക, മൂവ് ഓൺ ചെയ്യുക. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവർക്ക്. പിന്നെ ഒരു വളരെ ഒരു സ്ട്രോങ് ഓറ അവർക്ക് അവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു സീരിയസ് എനർജി അവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവർക്ക് ഒരു ഈ പറഞ്ഞ പോലെ കുറച്ചൊരു കൺട്രോളിങ് ടെൻഡൻസി ഉണ്ട് കേട്ടോ. അതായത് ഇന്ന കാര്യം ഇന്നതുപോലെ നടക്കണം, അതായത് ഭാവിയിലത്തെ കാര്യം പ്രത്യേകിച്ച്. പോസിറ്റീവായിട്ട് ഔട്ട്ലുക്ക് ഉണ്ട്, ശരിയാണ്, പക്ഷെ എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഭാഗം. അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് അതെപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കുന്ന ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുമ്പോൾ അത് അവരെ കുറച്ചൊന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ, ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അവർക്കൊരു മുൻകൂട്ടി അറിയണം നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ, എങ്ങനെയായിരിക്കും അത് സംഭവിക്കാമെന്നൊരു ഐഡിയ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പോഴാണ് അവർക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ എന്താ പറയുക, ചില സമയങ്ങളിൽ നമ്മൾ യൂണിവേഴ്സ് എങ്ങനെയാണ്, നമ്മൾ എന്താണോ നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയ നമുക്ക് തരില്ല. ഓക്കെ, അത് സംഭവിക്കും, വിശ്വസിക്കൂ. ഇപ്പോൾ അതിലേക്ക് എങ്ങനെ വരും എന്നുള്ളത് നോക്കാതിരിക്കുക, കൺട്രോൾ വിടൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കൊണ്ട് സാധിക്കില്ല. കാരണം അവർക്ക് ആ കൺട്രോൾ അവർക്ക് വേണം. ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് കൺട്രോൾ അവരുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളിലടക്കം അവർക്ക് ഉണ്ടാകണം എന്നൊരു ആഗ്രഹം അവർക്കുണ്ട്. കാരണം അല്ലെങ്കിൽ അവർ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവും, വളരെയധികം സ്ട്രെസ്ഡ് ആവും എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രസ്റ്റ് ദ അൺനോൺ എന്ന് പറയുന്ന ആ ഒരു സംഭവം അത്ര പെട്ടെന്ന് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനോ അത് ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യാനോ പറ്റാത്ത ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് കാണുന്നു. നിങ്ങളുടെയും അവരുടെ ഒരു കമ്പാറ്റബിലിറ്റി ദ ബെസ്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾ നല്ല കമ്പാറ്റബിൾ ആയിട്ടുള്ള കപ്പിൾസ് ആണെന്ന് കാണുന്നു. ഏതൊരു കാര്യത്തിന് നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് വളരെ പോസിറ്റീവ് ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ കാര്യം നടത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഏതൊരു കാര്യത്തിൽ നിങ്ങൾ ഒരുമിച്ച് അവരൊരു പെർഫെക്റ്റ് ടീം പാർട്ട്ണറുമാണ്. അപ്പോൾ ഏതൊരു കാര്യത്തിൽ, ഇപ്പോൾ അവർ ജോലി സ്ഥലത്താണെങ്കിലും അവർ ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു ടീം, അതിൽ അവരൊരു പെർഫെക്റ്റ് ടീം പ്ലെയർ ആണ്. ഓക്കെ, അവർക്കപ്പോൾ ശരിയാണ്, അവർ കുറച്ച് സീരിയസ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിലും ഹൈലി കോപ്പറേറ്റീവും ആണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കൊളാബറേഷൻസ് ഒക്കെ വരുമ്പോൾ, അവരെ വർക്കിൽ കൊളാബറേഷൻസ് ഒക്കെ വരുമ്പോൾ, പിന്നെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഇപ്പോൾ പാർട്ട്ണർ നിങ്ങൾ വരുമ്പോൾ, നിങ്ങൾ വന്നതിന് ശേഷം ആ ഒരു നിങ്ങളെയും കൂടെ ചേർത്ത് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, അല്ലാണ്ട് എല്ലാം തീരുമാനിക്കുന്നു, നിങ്ങൾ അറിയിക്കുന്നു, അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ നിങ്ങളുമായി ഇരുന്ന് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തുക, അങ്ങനെ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒക്കെ സ്വയം ചെയ്യുന്ന അല്ലെങ്കിൽ ഒക്കെ തീരുമാനിച്ച് മറ്റാളെ അറിയിക്കുന്ന അങ്ങനത്തെ ഒരു പ്രവണത അവർക്കില്ല എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങൾക്കും അത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും എന്നാണ് എനിക്ക് കാണുന്നത്. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ ഇടയിൽ ആ ഒരു ഇൻറ്റിമസി വളരെ വളരെ സ്ട്രോങ് ആയിരിക്കും. അവരവരുടെ ആ ഒരു സ്നേഹം, അവർക്ക് ശരിക്കും ആ ഒരു ഡെപ്തിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം അവർ പക്ഷെ കൂടുതലും അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയിലൂടെയാണ് എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ടച്ച് ആയിരിക്കണം അവരുടെ ലവ് ലാംഗ്വേജ്. വാ, അപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഈ ലാസ്റ്റ് 3 കാർഡ് പ്രത്യേകം വന്നിട്ടുള്ളത്. അതായത് ഇത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു കണക്ഷനാണ്. വളരെ പെട്ടെന്നാണ് ഈ ഒരു വ്യക്തി വരുന്നത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി കംപ്ലീറ്റ്ലി റെഡി ആയിരിക്കില്ല എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടവർ മൊമെന്റ്, ഒരു വളരെ ഓവർവെൽമിങ് ഫീൽ ആയിരിക്കും ഈ ഒരു വ്യക്തി അവരുടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ. ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക, ഒരു സ്വീറ്റ് റൊമാൻറ്റിക് കണക്ഷനാണ്. ഡെഫിനറ്റ്ലി വളരെ സ്വീറ്റാണ്. അതിലൊരുപാട് ആ ഒരു റൊമാൻറ്റിക് എനർജി, ആ ഒരു ലവ്, ഒരു അൺകണ്ടീഷണൽ ലവ്, ഇതെല്ലാം അതിലുണ്ട്. വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ന്യൂ റിലേഷൻഷിപ്പ്, ഒരു ന്യൂ എനർജി. പക്ഷേ ഇത് വരുന്ന ഒരു രീതി, ഓക്കെ, അപ്പോൾ ഇവിടെ അട്രാക്ഷനും പാഷനും അതുപോലെ തന്നെ ഒരു എഫെക്ഷൻ, ലവ്, എല്ലാത്തിനും ഒരേ എനർജിയാണ്, ഒരേ സ്ട്രെങ്ത് ആണ്. ഓക്കെ, എത്രത്തോളം ആ ഒരു സ്നേഹമുണ്ടോ അത്രത്തോളം തന്നെ ആ ഒരു പാഷൻ, ഒരു അട്രാക്ഷനും ഉണ്ട്. വളരെ ഒരു ഫയറി എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ഈ ഒരു കണക്ഷനിൽ. വാവ്, എനിക്ക് തോന്നിയിരുന്നു ഇതിൽ എംപററും എംപ്രസും വരുന്നുള്ളത്.
ഈ വ്യക്തിയുടെ ഒരു എനർജിയാണ് അവിടെ ശരിക്കും പറയുന്നത്. അവർ ഹൈലി ബാലൻസ്ഡ് ആണ് കേട്ടോ. അതായത് അവർക്ക് ആ ഒരു ഫെമിനിൻ മെസ്കുലിൻ എനർജിയുടെ ഒരു സ്ട്രോങ് ബാലൻസ് അവർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരിൽ നിങ്ങൾക്ക് ആ ഒരു ഫെമിനിൻ എനർജിയും കാണാൻ സാധിക്കും, ആ മെസ്കുലിൻ എനർജിയും കാണാനായിട്ട് സാധിക്കും. ഒരു പ്രൊട്ടക്റ്റീവ് എനർജി ഉണ്ട് അവർക്ക്. ഓക്കെ, ഈ പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യണം, ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും അവർക്കൊരു സർട്ടൻ എമൗണ്ട് ഓഫ് കൺട്രോൾ, ഒരു സർട്ടൻ ഡിഗ്രി ഓഫ് കൺട്രോൾ അവരുടെ ഉണ്ടായിരിക്കണം എന്നാഗ്രഹിക്കുന്ന ആ ഒരു സൈഡ്, അതവരുടെ മെസ്കുലിൻ സൈഡാണ്. ഓക്കെ, കാര്യങ്ങളെ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം, അല്ലാതെ സർപ്രൈസസ് അല്ലെങ്കിൽ എന്താ പറയുക ട്രസ്റ്റിംഗ് ദ അൺനോൺ എന്നൊക്കെ പറഞ്ഞാൽ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന, അത് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല. എന്നാൽ അതേസമയം ഇമോഷണലി വളരെ അവൈലബിൾ ആണ്, സ്വീറ്റ് ആണ്, കെയറിങ് ആണ്, വളരെ കമ്പാഷനേറ്റ് ആണ്, നർച്ചറിങ് ആണ്. ആ ഒരു സൈഡും ഉണ്ട്. ഇത് രണ്ടും ഒരേപോലെ ഒരേ സ്ട്രെങ്ത്തിലുള്ള ഒരു വ്യക്തിയാണ്. ആ പെർഫെക്റ്റ് ബാലൻസ് കണ്ടോ, നമുക്ക് ജസ്റ്റിസ് കാർഡ് കിട്ടിയിരിക്കണേ. പെർഫെക്റ്റ് ബാലൻസ് ഉള്ള ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുന്നത്. ഇവർക്കൊരു സ്പിരിച്വൽ അവേക്കണിങ് അവരുടെ ലൈഫിൽ ഓൾറെഡി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് മുൻപോ ഒക്കെ ആയിരിക്കാം, തൊട്ട് മുൻപ് അവർക്കൊരു സ്പിരിച്വൽ അവേക്കണിങ് അവരുടെ ലൈഫിൽ എന്തായാലും നടക്കുന്നുണ്ട്. ഓക്കെ, ഇവർക്കൊരു ഹൈലി ആ സ്പിരിച്വൽ അവേക്കണിങ്ങിന്റെ ഭാഗമായിട്ട് അവർക്കൊരു ഗ്ലോ അപ്പ് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഹ്യൂജ് സക്സസ്, ഒരു ബ്രേക്ക് ത്രൂ അവരുടെ ലൈഫിൽ ഓൾറെഡി ചിലപ്പോൾ നടന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതായിരിക്കാം, സംഭവിക്കുന്നുണ്ട്. അതിലൂടെ അവർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലേക്കാണ് അവർ എത്തുന്നത് അവരുടെ ലൈഫിൽ. ഓക്കെ, അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, അവരുടെ കരിയർ എല്ലാം കൊണ്ടും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഹൈലി മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇനി ആ ഒരു ഗ്ലോപ്പിന് ശേഷം, ഈ ഒരു ബ്രേക്ക് ത്രൂവിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത്. ഒരുപാട് അവരെ നെറ്റ്വർക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു, കൂടുതൽ ആളുകളെ അവർ പരിചയപ്പെടുന്നതായിട്ട് കാണുന്നു, അത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ആളുകളായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. പിന്നെ കൂടുതൽ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അവർ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഒരു സീരിയസ് എനർജിയാണ് സാധാരണയായിട്ട്. പക്ഷെ ഇനി അങ്ങോട്ട് അവർക്ക് കുറച്ച് ആളുകളൊക്കെ ആയിട്ട് അവർ കുറച്ചുകൂടെ സോഷ്യലി ആക്റ്റീവ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഹ്യൂജ് അച്ചീവ്മെന്റ്, സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ ദർ ലൈഫ്. ഓക്കെ, ഒരു ഹ്യൂജ് അച്ചീവ്മെന്റ് എന്തായാലും സംഭവിക്കുന്നുണ്ട് അവർക്ക്. അതൊരു തരത്തിൽ ഹീലിംഗ് ആണ്. അവർ കടന്നു പോയിട്ടുള്ള അവർക്ക് ആ ടേണിംഗ് പോയിന്റ് അവർ ലൈഫിൽ സംഭവിച്ചല്ലോ, അതിൽ നിന്നൊരു കംപ്ലീറ്റ് ഹീലിംഗ് ആണ് കാണുന്നത്. ഈ ഒരു നിങ്ങളും അവരും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള മീറ്റിംഗ് വളരെ ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കാൻ ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് അവർ മിക്കതും റീലൊക്കേറ്റ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ അവർ ഫിസിക്കലി ഡിസ്റ്റൻറ്റിലാണെന്ന് പറഞ്ഞു നിങ്ങളിൽ നിന്ന്, പക്ഷെ അവർ റീലൊക്കേറ്റ് ചെയ്യാനൊരു സാധ്യത കാണുന്നു. ആ റീലൊക്കേഷനിലൂടെയാണ് എന്തുണ്ടാവുന്നത്, അവർ നിങ്ങളെ മീറ്റ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് എപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവരെന്തായാലും അതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്യും എന്നാണ് കാണുന്നത്. അവർ അതിൽ ഫോക്കസ് ചെയ്യണോ, അതിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ, അങ്ങനെ ഒരു കുറച്ചൊരു ലോജിക്കൽ സൈഡ്. അതും അഗെയിൻ അവരുടെ എംപറർ സൈഡ്, അവരുടെ ഡിവൈൻ മസ്കുലിൻ സൈഡാണ് അവിടെ സ്ട്രോങ് ആയിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് അവരെ സ്ട്രെസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടാകുമ്പോൾ അവർക്ക് ഉറക്കം കിട്ടാത്ത രീതിയിൽ അവരെ സ്ട്രെസ് ചെയ്യുന്ന, അവർക്ക് ആൻസൈറ്റി കൊടുക്കുന്ന ഒരു കാര്യം അവരുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചൂസ് ചെയ്യാണ് ആ ഒരു കാര്യത്തിനെ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട്. കാരണം അവർക്ക് സെൽഫ് പ്രയോറിറ്റൈസേഷൻ ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഈ ഓവർ തിങ്ക് ചെയ്യുന്നൊരു കാര്യം അതിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എനർജറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കാര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ കൃത്യമായി ചിന്തിക്കും. അത് അത്രയും ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യമല്ല എന്ന് കാണുമ്പോൾ അവർ അതിൽ നിന്ന് ഈസിലി അവരത് അതിൽ ഡിറ്റാച്ച് ചെയ്ത് മൂവ് ഓൺ ചെയ്യും എന്നും കൂടിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു നല്ലൊരു ഫ്രണ്ടാണ്, നല്ലൊരു ലവറാണ് എന്ന് കാണുന്നു. ഓക്കെ, ക്യൂൻ ഓഫ് വാൻസ് ആണ് ഇവിടെ ഉള്ളത്, കിങ് ഓഫ് വാൻസ് ആണ് തൊട്ട് മുകളിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ആ ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി നന്നായിട്ട് കാണുന്നുണ്ട്. ഇതൊരു ഡിവൈൻ കണക്ഷൻ, ഡെസ്റ്റിൻഡ് യൂണിയൻ ആണെന്ന് കാണുന്നത്. ഇവിടെ എംപററും ഹയറഫൻ്റ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു ഡെസ്റ്റിൻഡ് യൂണിയൻ ആണ്. ഓക്കെ, അത് സംഭവിക്കേണ്ട ഒരു യൂണിയൻ ആണ്, അത് ആ സമയത്ത് തന്നെയാണ് സംഭവിക്കുന്നത്. അവരൊരു വളരെ ഒരു ചാമിങ് എനർജി ഉള്ള ഒരു വ്യക്തിയാണ്, അതും കൂടെ കാണുന്നു. ഓക്കെ,
അവർക്ക് എന്തെങ്കിലും ഒക്കെ അവരുടെ ഉള്ളിൽ ഒരു ഹീൽഡ് ആവാഞ്ഞ്, അതായത് അവരുടെ ഈ ഒരു ടേണിംഗ് പോയിന്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കോ ഡിപ്പെൻഡൻസി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ അതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിട്ടാണ് എന്തായാലും അവർ ഒരുപാട് അതിൽ നിന്ന് ഹീൽ ആയിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പൊട്ടും പൊടി ആ ഒരു കോ ഡിപ്പെൻഡൻസി എസ്പെഷ്യലി അതിൻ്റെ ഒക്കെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് അവർക്ക് ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും കൂടെ അവർക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം തന്നെയാണ് ഈ ഒരു ഡെസ്റ്റിൻഡ് യൂണിയൻ സംഭവിക്കുന്നത്. ഓക്കെ, അവർ വളരെ ഹാർഡ് വർക്കിങ്ങും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എപ്പോഴും ലൈഫിൽ എന്താ പറയുക, മുന്നോട്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മുന്നോട്ട് പോകുന്ന, അതായത് എവിടെയെങ്കിലും പ്രത്യേകിച്ച് ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അവരെപ്പോഴും ശ്രമിക്കുന്നത് ബെസ്റ്റ് കേസ് സിനാരിയോയിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം അവർ ആഗ്രഹിച്ച പോലെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ അവരങ്ങനെ എന്തുകൊണ്ട് നടന്നില്ല എന്നവരങ്ങനെ ഫോക്കസ് ചെയ്യില്ല എന്ന് ഞാൻ കാണുന്നു. വളരെ ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. എന്തൊക്കെ എന്താ പറയുക ചാലഞ്ചസ് ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതേതൊരു കാര്യത്തിലും, ഓക്കെ, ഈവൻ നിങ്ങളുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരതിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്ത് വന്നിരിക്കും. അവർ ഒരിക്കലും ആ ഒരു ചാലഞ്ചസ് ഒന്നും കണ്ട് എന്താ പറയുക അതിനെ ഗിവ് അപ്പ് ചെയ്യില്ല, എന്തൊരു പ്രശ്നം ഉണ്ടായാലും. ഓക്കെ, അവർ ആ ചാലഞ്ചസ് മറികടന്ന് അവർ സക്സസ്ഫുൾ ആയിരിക്കും. അത് അവർ അത്രയും ഡിറ്റർമൈൻഡ് ആണ് ആ ഒരു വ്യക്തി. വളരെ സ്റ്റേബിളും വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും നിങ്ങളുടേത് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇതൊരു സ്ട്രോങ് ഡിവൈൻ യൂണിയൻ ആണ് എനിക്കിവിടെ കിട്ടുന്നത്. ഒരു മാരേജ് വൈപ്പൊക്കെ വളരെ സ്ട്രോങ് ആണ്. നിങ്ങളുടെ ഒരു കണക്ഷൻ ഫോം ചെയ്യുന്നതും കുറച്ച് സമയം എടുത്തിട്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു എന്താ പറയുക ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അത് കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു വ്യക്തി ഒരിക്കലും കഴിഞ്ഞു പോയതിനെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരാളല്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, അവരങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ആ ഒരു ലോജിക്കൽ സൈഡാണ് അപ്പോൾ അവിടെ ആക്റ്റീവ് ആയിരിക്കുക. അപ്പോൾ അവർ ചിന്തിക്കും ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഇതിപ്പോൾ കഴിഞ്ഞു പോയതാണ്, ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും, ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അവർ മൂവ് ഓൺ ചെയ്യും. അവരെ പിന്നെ അതിൽ ഫോക്കസ് ചെയ്യില്ല. പിന്നെ അവരെന്തിനു വേണ്ടി ശ്രമിച്ചിട്ടും ഏതെങ്കിലും ഒരു കാര്യത്തിന് ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ചിന്തിക്കുക എനിക്ക് അതിനേക്കാൾ നല്ലതാണ് എനിക്ക് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടത്. അങ്ങനത്തെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അവരങ്ങനെയാണ് സ്വാഭാവികമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപൂർവം ചില അവസരങ്ങളിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ കൂടുതലായിട്ട് അവരങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു കാര്യം നോക്കുന്നുണ്ട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായില്ല. നിങ്ങളുടേത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നു, അല്ലെങ്കിൽ ലവ് കം അറേഞ്ച് മാരേജ് ആണോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ ലവ് മാരേജ് ആണെങ്കിൽ നമുക്ക് ലവേഴ്സ് കാർഡാണ് കൺഫർമേഷൻ കാർഡായിട്ട് കിട്ടുന്നത്. പ്യോർലി ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഹാരഫൻ കിട്ടണം. ഇനി ലവ് കം അറേഞ്ച് മാരേജ് ആണെങ്കിൽ നമുക്ക് എംപ്രസ് കാർഡ് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3യുടേത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ അല്ലെങ്കിൽ ലവ് കം അറേഞ്ച് മാരേജ് ആണോ? ഗ്രൂപ്പ് 3യുടേത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ അല്ലെങ്കിൽ ലവ് കം അറേഞ്ച് മാരേജ് ആണോ? ഗ്രൂപ്പ് 3യുടേത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ അല്ല ലവ് കം അറേഞ്ച് മാരേജ് ആണോ? നമ്മൾ ആവശ്യപ്പെട്ട കൺഫർമേഷൻ കാർഡ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഗ്രൂപ്പ് 1ൻ്റെ ഇതുപോലെ തന്നെയാണ്, കുറച്ച് സമയം എടുക്കുന്നുണ്ട് ആ കൺഫർമേഷൻ കാർഡ് വരുന്നതിന്. ഗ്രൂപ്പ് 3യുടേത് അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ ലവ് കം അറേഞ്ച് മാരേജ് ആണോ?
വാ, ലവ് മാരേജ് ആണ്, പ്യോർലി ലവ് മാരേജ് ആണ്. ഓക്കെ, അപ്പോൾ കുറച്ച് കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു വിവാഹമായിരിക്കും നിങ്ങളുടേത് എന്ന് കാണുന്നു. ഫാമിലീനെയൊക്കെ പെട്ടെന്നൊന്നും കൺവിൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിന് റെഡി ആയിക്കോളൂ, കാരണം നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ അത് ലവ് മാരേജ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും നടക്കും, ഡെഫിനറ്റ്ലി സക്സസ്ഫുൾ മാരീഡായിട്ട് മാരേജ് ലൈഫ് നടക്കുന്നുണ്ട്, മാരേജ് നടക്കുന്നുണ്ട്. പക്ഷേ അത് പ്യോർലി ലവ് മാരേജ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് ബന്ധപ്പെട്ട ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 3യുടെ വരുംകാല ജീവിത പങ്കാളി ആരാണോ അവരെക്കുറിച്ച് എന്തൊക്കെ ക്ലൂസ് ആണ് നൽകാനായിട്ട് സാധിക്കുക? ഓക്കെ, നമുക്ക് ഒരുപാട് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സാറ്റർഡേ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ സാറ്റർഡേ ആയിരിക്കും അവർ ജനിച്ച ദിവസം. ഓക്കെ, നമുക്ക് 2 സീസൺസ് കിട്ടിയിട്ടുണ്ട്, ഓട്ടം സീസൺ, ഫോൾ സീസൺ, പിന്നെ സ്പ്രിംഗ് സീസൺ. അപ്പോൾ ഈ മാസങ്ങളിൽ വരുന്ന, അല്ലെങ്കിൽ ഈ സീസൺസിൽ വരുന്ന മാസങ്ങൾ, ഓക്കെ, അതിലേതെങ്കിലും ഒന്നായിരിക്കും അവർ ജനിച്ച മാസം. പിന്നെ നമുക്ക് മാസങ്ങൾ സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട്, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ജൂലൈ. ഓക്കെ, ഇതിലേതെങ്കിലും അവരുടെ ജനനമാസം ആയിരിക്കാം. ഈ പറഞ്ഞ സീസൺസ് ഏതെങ്കിലും അവരുടെ ഫേവറേറ്റ് സീസണും ആയിരിക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്ലൂസ് ആണെന്ന് എപ്പോഴും ഓർക്കാം കേട്ടോ. ലിയോ സൈൻ, അവരുടെ സൺ മൂൺ റൈസിങ് പ്ലേസ്മെൻറ്റിൽ ലിയോ സൈൻ ഡെഫിനറ്റ്ലി ഉണ്ട്, സ്ട്രോങ് പ്ലേസ്മെൻ്റ് ആണ്. പിന്നെ നമുക്ക് കുറച്ച് ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. 1-ാം തീയതി കിട്ടിയിട്ടുണ്ട്, 4, പിന്നെ 5, 30, 13. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് അവരുടെ ജനന തീയതി ആയിരിക്കാം. പിന്നെ നമുക്ക് ഇനീഷ്യൽസ് ആണ് കിട്ടിയിട്ടുള്ളത്, EWFPKUD. ഇതിൽ അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഉണ്ടായിരിക്കും. അതുപോലെ അവരുടെ പേരിൽ ഈ പറഞ്ഞ ആൽഫബറ്റ്സ് ഒന്നിൽ കൂടുതൽ അവരുടെ പേരിൽ ഉണ്ടായിരിക്കും എന്ന് കാണുന്നു. ഇത്രയുമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ സംബന്ധിച്ച് എനിക്ക് നൽകാനുള്ള ഡീറ്റെയിൽസ്, ഈ റീഡിങ്ങിലൂടെ നൽകാനുള്ള ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായി ചന്ദ്രകണ്ഠ ടാരോട്ട് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റീഡിംഗ് ഇത്രയും നേരം നിങ്ങൾ കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഈ റീഡിങ്ങിൽ മുഴുവനായി ഉണ്ടായിരുന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. താങ്ക്